സോ ഒരു ക്വിക്ക് റിവിഷൻ ഓഫ് പാരന്റൽസ് അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡോസേജ് ഫോം ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ പാരന്റൽ പ്രോഡക്ട്സ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരണം ഓറൽ റൂട്ട് അല്ല. നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ഫ്ലൂയിഡോ ഇഞ്ചെക്ഷൻസോ ഒക്കെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ദേ ആർ പാരന്റൽ പ്രിപ്പറേഷൻസ്. അപ്പം പാരന്റൽ ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലേക്ക് വരുന്നത് അതൊരു സ്റ്റെറൈൽ സൊല്യൂഷൻ ആയിരിക്കണം. ഓക്കെ, സൊല്യൂഷനോ അല്ലെങ്കിൽ സസ്പെൻഷനോ, പക്ഷെ അത് സ്റ്റെറൈൽ ആയിരിക്കണം. ഒരു അക്വസ് മീഡിയത്തിന്റെയോ അല്ലെങ്കിൽ ഓയിൽ വെഹിക്കിളിന്റെ കൂടെയോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ഇൻജെക്ഷൻസ് ദേ ഷുഡ് ബി സ്റ്റെറൈൽ, ഐസോട്ടോണിക് ആൻഡ് നീഡ് ടു ബി ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. അപ്പൊ ഡസ്റ്റ്, ഫൈബേഴ്സ് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പാർട്ടിക്കിൾസും ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ഇറ്റ് നീഡ് ടു ബി സ്റ്റെറൈൽ, ഐസോട്ടോണിക് ആൻഡ് ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. ദെൻ എല്ലാ തരത്തിലുള്ള പാരന്റൽ പ്രിപ്പറേഷൻസും നമ്മൾ IV ലൈനിൽ മാത്രമല്ല, നമ്മൾ വേറെ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യും? ഓയിലി സസ്പെൻഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ IM ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മേ ബി വെരി ഡേഞ്ചറസ് ഇഫ് ഇറ്റ് ഈസ് അഡ്മിനിസ്റ്റർഡ് ബൈ IV. ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ IM ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ, IV ആയിട്ട് കൊടുക്കാൻ പാടില്ല. അതേപോലെ പൊട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ IM ആയിട്ട് കൊടുക്കുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യാം. ഓക്കെ, സോ ദോസ് ഡ്രഗ്സ്, പോട്ടന്റ് ഡ്രഗ്സ് വിച്ച് ആർ റിക്വയർഡ് ടു ബി ഗിവൺ ത്രൂ IM ഇൻജെക്ഷൻസ് മേ ഫൈൻഡ് ടു ബി വെരി ഫേറ്റൽ. കാരണം എന്താ? ഇപ്പം IM എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡീപ്പോട്ടും കൂട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഡീപ്പോട്ട് പ്രിപ്പറേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഡീപ്പോട്ട് പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പതിയെ പതിയെ നമ്മുടെ ബ്ലഡിലേക്ക് ആ പർട്ടിക്കുലർ സാധനം എത്തുകയുള്ളൂ. അപ്പൊ നമ്മള് പൊട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സ് അത് കൂടുതലായിട്ടും IV ആയിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മളിപ്പം ഇൻ കേസ് ഇപ്പൊ ഒരു ആന്റിഡോട്ട് കൊടുത്താലും ബ്ലഡിലാണെങ്കിൽ വേഗം അതിനെ നിർവീര്യമാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ്. നമുക്ക് ക്വിക്ക് ആക്ഷൻ കിട്ടും. ആൻഡ് ചില ഡ്രഗ്സ് ദേ cannot be administered through the oral route. It can be given through parenteral route. ഇനി വോമിറ്റിംഗ്, അൺകോൺഷ്യസ് ആയിട്ടൊക്കെ വരുന്ന പേഷ്യൻസിന് നമുക്ക് ഓറലി ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ പേഷ്യൻസിന് പാരന്ററിന് കൊടുക്കാം. ദെൻ ഡ്രഗ് ആക്ഷൻ ക്യാൻ ബി പ്രൊലോങ്ഡ് ബൈ മോഡിഫൈയിങ് ദ ഫോർമുലേഷൻ. ദെൻ ട്രാൻസ്ഫ്യൂഷൻ ഫ്ലൂയിഡ്സ്, ഗ്ലൂക്കോസ്, ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം ക്ലോറൈഡ് പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് പാരന്റൽ പ്രിപ്പറേഷനിൽ കൂടെ കൊടുക്കാം. സോ പ്രധാനമായിട്ടും അത് സ്റ്റെറൈൽ ആയിരിക്കണം. ഒരു തരത്തിലുള്ള ഡസ്റ്റോ പാർട്ടിക്കിൾസോ ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. ഓയിലി പ്രിപ്പറേഷൻസ് IM ആയിട്ട് കൊടുക്കുക. പൊട്ടന്റ് ആയിട്ടുള്ള ഇൻജെക്ഷൻസ് ആണെങ്കിൽ അത് IM ആയിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, IV ആയിട്ട് കൊടുക്കുക. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? ഒന്ന്, എവിടെയാണോ ഇൻജെക്ഷൻ എടുക്കുന്നത് അവിടെ ഒരു പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ട്രെയിൻഡ് പേഴ്സൺസ് ഇസ് റിക്വയർഡ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ മെഡിസിൻ. അതേപോലെ തന്നെ ഇപ്പൊ റോങ് റൂട്ടിലാണ് നമ്മൾ ഡ്രഗ് കൊടുക്കുന്നതെങ്കിൽ അതും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സേവ് എ പേഷ്യന്റ് വെൻ ഓവർ ഡോസ് ഇസ് ഗിവൺ. ഓവർ ഡോസ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ, അതായത് ഒരു പേഷ്യന്റിനെ സേവ് ചെയ്യാനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സേവ് എ പേഷ്യന്റ് വെൻ ഓവർ ഡോസ് ഈസ് ഗിവൺ. ഓക്കെ, ദെൻ there are chances of sensitivity reaction അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ ഓഫ് ദ ഡ്രഗ് ബൈ ആൻ ഇൻഡിവിജ്വൽ. സോ ഇത് ചില സമയം ഫേറ്റൽ ആവാം, അതേപോലെ ഡെത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. ദെൻ റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പാരന്റൽ പ്രൊഡക്റ്റ്, ഇത് ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. എവിടെയാണ് ഈ പർട്ടിക്കുലർ പാരന്റൽ പ്രിപ്പറേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ അറിയണം. ഓക്കെ, സോ IV പ്രിപ്പറേഷൻസ്, അത് IV എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രാവീനസ് ആയിട്ട്. ഓക്കെ, അപ്പം ഈ ഇഞ്ചെക്ഷൻ എവിടെ കൂടി ആയിരിക്കും കൊടുക്കുന്നത്? ത്രൂ ദ വെയിൻ ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. സോ മീഡിയൻ ബേസ്ലിക് വെയിൻ ആയിരിക്കും നമ്മൾ ഇതിനു വേണ്ടി, നമ്മുടെ എൽബോയുടെ അവിടെയുള്ള വെയിനെ ആയിരിക്കും യൂഷ്വലി നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ലാർജ് വോളിയം പേർ, അത് ഒരു 500 ml, 1 ml ടു ഒരു 500 ml വരെ ഉള്ളത് നമുക്ക് കൊടുക്കാം. പക്ഷെ മോർ ദാൻ ദാറ്റ് ക്യാൻ ഓൾസോ ബി ഇൻജെക്റ്റഡ്. ലാർജ് വോളിയം ഓഫ് പാരന്റൽ റേഞ്ചിങ് ഫ്രം 1 ml ടു 500 ml, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, മോർ ദാൻ ദാറ്റ്. ഓക്കെ, മോർ ദാൻ ദാറ്റ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ത്രൂ IV ലൈനിലൂടെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ദ parenteral solution should be isotonic with blood. If the volume is more than 50 ml should be injected. അപ്പം parenteral solution എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡുമായിട്ട് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി
ഐസോട്ടോണിക് വിത്ത് ദ ബ്ലഡ് ആൻഡ് നമ്മുടെ പാരന്റൽ സൊല്യൂഷൻസ് ഐസോട്ടോണിക് ആയിരിക്കണം. അതേപോലെ തന്നെ 15 ml കൂടുതലെങ്കിലും മിനിമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സസ്പെൻഷൻസും ഓയിലി ഇഞ്ചെക്ഷൻസും നമുക്ക് ഈ ഒരു റൂട്ടിൽ കൂടെ കൊടുക്കാൻ പറ്റില്ല. സോ IV ലൈനിലൂടെ കൊടുക്കാൻ പറ്റാത്തത് ഏതൊക്കെയാണ്? വി കനോട്ട് ഗീവ് ഓയിലി പ്രിപ്പറേഷൻസും കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സസ്പെൻഷൻസും നമുക്ക് IV റൂട്ടിൽ കൂടെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻട്രാഡെർമൽ. ഇൻട്രാഡെർമൽ എന്താ? ഡെർമിസ് അല്ലെങ്കിൽ എപ്പിഡെർമിസിലായിരിക്കും ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നത്. ലെഫ്റ്റ് ഫോറാം ആണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്. 0.1 0.2 ml ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിനു വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു റൂട്ടിന്റെ പ്രത്യേകത എന്താ? ഡയഗ്നോസ്റ്റിക് പർപ്പസ്, ചില ഇഞ്ചെക്ഷൻസ് ഒക്കെ സെൻസിറ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഇൻട്രാഡെർമൽ. സോ ഹൈപ്പോഡെർമിസ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, ജസ്റ്റ് സ്കിന്നിന് താഴെ, ഹൈപ്പോ ജസ്റ്റ് ബിലോ ദ സബ്ക്യൂട്ടേനിയസ് ലെയർ. അപ്പൊ അവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കേണ്ട 1 ml ഒക്കെയാ. ഇൻട്രാഡെർമൽ ആകുമ്പോൾ 0.1 0.2 ഒക്കെ, ഹൈപ്പോഡെർമിസ് ആകുമ്പോൾ 1 ml. അതേപോലെ നമുക്ക് ഇതിനെ അപ്പർ ആമിലേക്കും കൊടുക്കാനായിട്ട് സാധിക്കും. ദ മോസ്റ്റ് പോപ്പുലർ റൂട്ട് ബിക്കോസ് ഇറ്റ് ഈസ് കൺവീനിയന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് ഡോക്ടർ. IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഷോൾഡറില്, തൈസില്, ബട്ടക്സിലൊക്കെ കൊടുക്കാൻ സാധിക്കും. വോളിയം 2 ml. നമ്മളിപ്പം ടെറ്റനസ് ഒക്കെ 2 ml കൊടുക്കുക. സോ 2 ml 4 ml കൂടാൻ പാടില്ല. അക്വസ് ആൻഡ് ഓയിലി സസ്പെൻഷൻസ് ഒക്കെ നമുക്ക് IM റൂട്ടിൽ കൂടെ കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ഇൻട്രാ ആർട്ടീരിയൽ, അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻട്രാവീനസ് ഇഞ്ചെക്ഷൻസ് ആണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ഡയറക്ട്ലി വി വിൽ ഇഞ്ചെക്ട് ഇൻടു ദ ആർട്ടറി. ആർട്ടറിയിലേക്ക് കൊടുക്കുന്നതാണ് ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചെക്ഷൻസ്. ഇൻട്രാ കാർഡിയാക് ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ട്ലി ടു ദ ഹാർട്ട്. ഇൻ കേസ് ഇപ്പൊ ഹാർട്ട് സ്റ്റോപ്പ് ആകുന്ന ഒരു കണ്ടീഷൻ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാർഡിയാക് അറസ്റ്റ് ഒക്കെ അവോയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വി വിൽ ഗീവ് intracardiac injection. Next is intrathecal injections. Intrathecal injection പ്രത്യേകത എന്താ? It is administered in the subarachnoid space, അതായത് സ്പൈനൽ കോഡിന്റെ ചുറ്റും. And this route is given for spinal anesthesia. Spinal anesthesiaക്കാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. Okay, it is intrathecal. Then intracisternal into the CSF. Okay, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലേക്കായിരിക്കും ഇൻട്രാസിസ്റ്റേണൽ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നത്. സോ അവിടെ നമുക്ക് CSF വിത്ഡ്രോ ചെയ്യാൻ സോ നമുക്ക് ഇൻടു ദ സെറിബ്രോ സ്പൈനൽ ക്യാവിറ്റിയിലേക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇൻട്രാസിസ്റ്റേണൽ ഇഞ്ചെക്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്മുടെ വെർട്ടിബ്രയിലേക്കായിരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഡയഗ്നോസ്റ്റിക് പർപ്പസിനോ എന്തിനെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രാസിസ്റ്റേണൽ ഇഞ്ചെക്ഷൻസ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് പെരിഡ്യൂറൽ ഇഞ്ചെക്ഷൻസ്. പെരിഡ്യൂറൽ ഇഞ്ചെക്ഷൻസ് ആകുമ്പോൾ വി വിൽ ബി ഗിവിംഗ് ഇറ്റ് ടു ദ ഡ്യൂറാ മാറ്റർ. ഡ്യൂറാ മാറ്ററിലേക്കായിരിക്കും നമ്മൾ എന്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ബിറ്റ്വീൻ ദ ഡ്യൂറാ മാറ്റർ ആർ ദ ഇന്നർ ആസ്പെക്ട് ഓഫ് ദ വെർട്ടിബ്ര. ദാറ്റ് ഈസ് പെരിഡ്യൂറൽ injections. Then portion of vertebral canal where it is not occupied by dura mater. Dura mater ഡ്യൂറാ മാറ്ററിന്റെ ഇടയിലേക്കാണ് പെരിഡ്യൂറൽ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് റൂട്ട് സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കാൻ നമ്മൾ ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് ഈസ് ഇൻട്രാ ആർട്ടിക്കുലർ. ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചെക്ഷൻസ് നമ്മൾ എവിടെയാ കൊടുക്കുക? നമ്മൾ ബോൺസിന്റെ ജോയിന്റ്സിലായിരിക്കും കൊടുക്കുന്നത് ടു ലൂബ്രിക്കേറ്റ് ദ joints. Okay, then intracerebral injections നമ്മൾ സെറിബ്രത്തിലേക്ക് കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ആണ് intracerebral injections. Okay, so next is types of parenteral injections. അപ്പം types of parenteral injections വരുന്ന എന്തൊക്കെയാ? സൊല്യൂഷൻ അല്ലെങ്കിൽ എമൽഷൻസ്. Okay, സൊല്യൂഷൻ അല്ലെങ്കിൽ എമൽഷൻസ് ഓഫ് മെഡിക്കാമെന്റ്, സ്റ്റെറൈൽ സോളിഡ്സ്, sterile suspension, transfusion fluid. Okay, so first one is
സൊല്യൂഷൻ അല്ലെങ്കിൽ എമൽഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് സ്യൂട്ടബിൾ ഫോർ ഇൻജെക്ഷൻസ്. അപ്പൊ കോമൺലി ഇൻജെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ പേരന്റൽ പ്രിപ്പറേഷൻ ഇൻ ദ ഫോം മേ ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ ഡോസ് കണ്ടെയ്നർ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ സിംഗിൾ ഡോസ് ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോസ് കണ്ടെയ്നർ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് അതിന്റെ അകത്തുള്ള ഡോസ് എന്ന് പറയുന്നത് 0.5 ml ടു 1 ലിറ്റർ വരെ നമുക്ക് ഈ സൊല്യൂഷൻ അല്ലെങ്കിൽ എമൽഷൻസ് നമുക്ക് ഫില്ലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സിംഗിൾ ഡോസ് കണ്ടെയ്നർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോസ് കണ്ടെയ്നേഴ്സ് 0.5 മുതൽ 1 ലിറ്റർ വരെ പരമാവധി ആ സൊല്യൂഷൻസ് അല്ലെങ്കിൽ എമൽഷൻസ് ഓഫ് ഇൻജെക്ഷൻസ് നിറയ്ക്കാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ എന്ന് പറഞ്ഞേ, അട്രോപ്പിൻ സൾഫേറ്റ്, ഡെക്സ്ട്രോസ് ഒക്കെ, അത് സ്റ്റെറൈൽ സോൾട്ട്. സ്റ്റെറൈൽ സോൾട്ടിന്റെ പ്രത്യേകത എന്താ? ഇവന്മാർ അത്ര സ്റ്റേബിൾ അല്ല. ദേ ആർ നോട്ട് സ്റ്റേബിൾ ഇൻ സൊല്യൂഷൻസ് ആൻഡ് പ്രിപ്പയർഡ് ആൻഡ് സപ്ലൈ ഇൻ ഡ്രൈ സ്റ്റെറൈൽ സോളിഡ്സ് വിച്ച് ആർ ഡിസോൾവ്ഡ് ഇൻ എ suitable solvent immediately before its administration. ഇപ്പൊ പെൻസിലിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബിഫോർ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യണം, അവരെ നമ്മൾ എന്താ പറയാ ഡിസോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പം അതാണ് സ്റ്റെറൈൽ സോളിഡ്സ് എന്ന് പറയുന്നത്. സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുന്ന സമയം അവൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തില്ല. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്, സ്റ്റെറൈൽ സോളിഡ് എന്ന് പറയുന്നത്. സ്റ്റെറൈൽ സസ്പെൻഷൻ. സ്റ്റെറൈൽ സസ്പെൻഷന്റെ പ്രത്യേകത എന്താ? These are sterile suspensions of drug in a suitable solvent which are administered by intramuscular route, IM റൂട്ടിലായിരിക്കും കൊടുക്കുന്നത്. സ്റ്റെറൈൽ ഹൈഡ്രോകോർട്ടിസോൺ അസറ്റേറ്റ് സസ്പെൻഷൻ, സ്റ്റെറൈൽ ക്ലോറാംഫെനിക്കോൾ സസ്പെൻഷൻസ്. അപ്പൊ അവര് ആ സസ്പെൻഷനായിട്ട് തന്നെ സ്റ്റേബിൾ ആയിട്ട് നിന്നോളും. Next is transfusion fluids. So these are parenteral solutions which are administered by intravenous route. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ ഫ്ലൂയിഡ് എന്താണ്? പേരൻട്രൽ സൊല്യൂഷൻസ് ആണ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ IV റൂട്ട്. അപ്പൊ യൂറിനറി ന്യൂട്രീഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് കൊടുക്കാനോ ഒക്കെ ആയിട്ടായിരിക്കും പ്രധാനമായിട്ടും ട്രാൻസ്ഫ്യൂഷൻ ഫ്ലൂയിഡ്സ് നമ്മൾ കൊടുക്കുന്നതിന്. എക്സാമ്പിൾസ് പറഞ്ഞതിന്റെ എക്സ്ട്രോസ്, റിംഗർ ലാക്ടേറ്റ്, സോഡിയം ക്ലോറൈഡ് ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഒരു പേരന്റൽ ഡോസേജ് ഫോമിന്റെ ബേസിക് റിക്വയർമെന്റ്സ് പറഞ്ഞുതരാം. ഒന്ന്, സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ പേരന്റൽ പ്രിപ്പറേഷൻ സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ കെമിക്കൽ സ്റ്റെബിലിറ്റി നമ്മൾ സ്റ്റോറേജിന്റെ സമയത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. സോ പേരന്റൽ ഡോസേജ് ഇപ്പം കൂൾ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂൾ ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത് സംഭവിക്കും. ഇറ്റ് ക്യാൻ ലീഡ്സ് ടു അൺസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ദ പേരന്റൽ പ്രിപ്പറേഷനെ എഫക്ട് ചെയ്യും. ഓക്കെ, സോ സ്റ്റെറിലിറ്റി, എല്ലാ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിലും ഫ്രീ ആയിരിക്കണം. അസെപ്റ്റിക് കണ്ടീഷൻ required to be maintained during the preparation. അതേപോലെ തന്നെ സ്റ്റെറിലിറ്റി അറ്റൈൻ ചെയ്തോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വി വിൽ ഗോ ഫോർ ദ ടെസ്റ്റ് ഫോർ സ്റ്റെറിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ഫ്രീ ഫ്രം പൈറജൻസ്. ഫ്രീ ഫ്രം പൈറജൻസ് എന്താ? പേരന്റൽ പ്രിപ്പറേഷൻസ് ടോക്സിൻസിനോടും പൈറജൻസിനോടും ഫ്രീ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് പേരന്റൽ പ്രോഡക്ട്സ് ടെസ്റ്റ് ഫോർ പൈറജൻ. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ. ലാൽ ടെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മള് ഒരു റാറ്റ് അല്ലെങ്കിൽ റാബിറ്റ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ലാൽ ടെസ്റ്റിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം പൈറജൻസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ അത്തരം ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പം പൈറജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? സെൻസിറ്റീവ് ആകുകയും എന്താ പറയാ റാബിറ്റ്സിനെയൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ടെസ്റ്റ്. അപ്പം ടെമ്പറേച്ചർ ഈ പറയുന്ന റാബിറ്റിന്റെ ബോഡിയിൽ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. അപ്പൊ ഫോറിൻ പാർട്ടിക്കിൾസ് ഇല്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ക്ലാരിറ്റി ടെസ്റ്റ്. നെക്സ്റ്റ് ഈസ് ഐസോടോണിസിറ്റി ടെസ്റ്റ്. ഐസോടോണിസിറ്റി ടെസ്റ്റ് എന്താ? നമ്മുടെ ബോഡി പ്ലാസ്മ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ടൊക്കെ ഈ പർട്ടിക്കുലർ ഏജന്റ് ഓക്കെ ആണോ അല്ലെങ്കിൽ ഐസോടോണിക് ആണോ എന്നുള്ളതാണ് നമ്മൾ ഐസോടോണിസിറ്റിക്ക് നോക്കുന്നത്. പേരന്റൽ പ്രിപ്പറേഷൻ ഷുഡ് ബി ഐസോടോണിക് വിത്ത് ദ ബ്ലഡ് അല്ലെങ്കിൽ പ്ലാസ്മ ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ദെൻ ഏറ്റവും പ്രധാനം പേരന്റൽ പ്രോഡക്ട്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയം വേറെ ആയിട്ടുള്ള ഒരു pH-ലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ബോഡി അതിനോട് ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത. Next is specific gravity. So specific gravity എന്താണ്? Parenteral products should be free from അല്ലെങ്കിൽ
The parental product should have the same specific gravity as that of the spinal fluid. Spinal fluid in the specific gravity എത്രയാണോ അത്ര തന്നെയാണ് നമ്മൾ എന്താ പറയാ നോർമലി parental products ന്റെ specific gravity ആയിട്ടും തീരുമാനിക്കുന്നത്. Then chemical purity. The parental product should be free from chemical impurities or it should be within certain limit as specified in the monograph of that preparation in the pharmacopoeia. So pharmacopoeia പറഞ്ഞിരിക്കുന്ന അത്ര തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ നോക്കി പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫോർമുലേഷൻ ഓഫ് parental preparations നമ്മൾ ചെയ്യുന്ന സമയം അതിന് പ്രത്യേക തരത്തിലുള്ള ഫോർമുലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അപ്പം എന്താ ചെയ്യാ, കൃത്യമായിട്ടുള്ള പ്ലാന് നമുക്കറിയാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഒരുമിച്ച് വെച്ച് അഡ്ജുവൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് parental product ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സോ അപ്പം അഡ്ജുവന്റ് ഒരിക്കലും parental productമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കലഹം ഉണ്ടാക്കാനായിട്ട് പാടില്ല. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം ഒരു വെഹിക്കിൾ ആണ്. വെഹിക്കിൾ എന്താ, വെഹിക്കിൾ നമ്മുടെ ഡ്രഗിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ആ ഡ്രഗിനെ ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് അതിന്റെ വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ദ വെഹിക്കിൾ, നെക്സ്റ്റ് ഈസ് അഡ്ജുവൻസ്. ഫസ്റ്റ് വൺ ഈസ് വെഹിക്കിൾ, സെക്കൻഡ് വൺ ഈസ് അഡ്ജുവൻസ്. അഡ്ജുവൻസിനകത്ത് വരുന്ന എന്തൊക്കെയാ, സോല്യൂബിലൈസിങ് ഏജന്റ്, സോല്യൂബിലൈസിങ് ഏജന്റ്, ദെൻ രണ്ട് സ്റ്റെബിലൈസർ, മൂന്ന് ബഫറിങ് ഏജന്റ്, ദെൻ ആന്റി ബാക്ടീരിയൽ ഏജന്റ് ഉണ്ടായിരിക്കണം, പിന്നെയോ ചിലേറ്റിംഗ് ഏജന്റ് ഉണ്ടായിരിക്കണം, പിന്നെ സസ്പെൻഡിങ് അല്ലെങ്കിൽ എമാൽസിഫൈങ് അല്ലെങ്കിൽ വെറ്റിംഗ് ഏജന്റ്, സസ്പെൻഡിങ് അല്ലെങ്കിൽ എമൽസിഫൈങ് അല്ലെങ്കിലോ വെറ്റിംഗ് ഏജന്റുകളെ ഉപയോഗിക്കണം. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടതാണ് ടോണിസിറ്റി ഫാക്ടേഴ്സ്. ഇത്രയും ആൾക്കാർ എവിടെ വേണം നമുക്ക് parental preparations. സോ ഫസ്റ്റ് വൺ ഈസ് വെഹിക്കിൾ. അപ്പൊ രണ്ട് തരത്തിലുള്ള വെഹിക്കിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുക, അക്വസ് വെഹിക്കിളും ഓയിൽ വെഹിക്കിൾസും അല്ലെ. ഓയിലി വെഹിക്കിൾസ് അല്ലെങ്കിൽ അക്വസ് വെഹിക്കിൾസ്, ഓയിലിക്ക് നോൺ അക്വസ് എന്നും നമുക്ക് ഉപയോഗിക്കാം. സോ വാട്ടർ ആയിരിക്കും അക്വസ് വെഹിക്കിളിലെ മെജോറിറ്റി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന. കാരണം എന്താ, നമ്മുടെ ബോഡി നന്നായിട്ട് ടോളറേറ്റ് ചെയ്യും ആൻഡ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സേഫും ആണ്. ഓക്കെ, സോ അപ്പൊ അതിനകത്ത് തന്നെ നമുക്കറിയാം സ്റ്റെറൈൽ ആയിരിക്കണം. So water for injection free from carbon dioxide and water for injection free from dissolved air. Okay, so water for injection എന്ന് പറയുന്നത് sterile water, volatile non volatile ആയിട്ടുള്ള impurities pyrogens ഒന്നുമില്ലാത്ത വളരെ എന്താ പറയാ sterile ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ free from carbon dioxide, then water for injection free from dissolved air. ഇനി pyrogens, ബാക്ടീരിയ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് pyrogen വരാൻ സാധ്യതയുണ്ട്. സോ pyrogens are polysaccharide, thermostable, soluble in water, unaffected by bactericide and can pass through bacterial filters. അപ്പൊ pyrogens എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയസൈഡ് ഉപയോഗിച്ചാൽ പോലും നശിക്കാത്ത ഒരു സബ്സ്റ്റൻസ് ആണ് പൈറജൻസ്. അപ്പൊ പൈറജൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റേഴ്സ് കൂടെ എന്ത് ചെയ്യും, ഫിൽട്രേറ്റ് ചെയ്ത് മാറ്റും. ഓക്കെ, സോ പൈറജൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ എന്താ ചെയ്യുന്നത്, ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റേഴ്സിൽ കൂടെയാണ് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നത്, remove ചെയ്യുന്നത്. Okay, then pyrogens can be removed from water by simple distillation process using an efficient tap which prevent the pyrogen to enter into the condenser. So immediately after preparation of water for injection, it is filled into the final container. അതിനെ നമ്മൾ സീൽ ചെയ്യുന്നു, ഓട്ടോക്ലേവിംഗ് വഴി സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെ പൈറജൻസിനെ റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, സീൽ ചെയ്യുന്നു. സീൽ ചെയ്തതിനെ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നു. അതേപോലെ വാട്ടർ ഫോർ ഇൻജക്ഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താ പറയാ, പൈറജനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി കൂടുതല. പൈറജൻ കൊണ്ട് അത് കണ്ടാമിനേറ്റഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. അപ്പം
നമ്മൾ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഹൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ there is presence of pyrogen. So ടെസ്റ്റ് ഫോർ pyrogen നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇൻജെക്ഷൻസ് it is free from pyrogen എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ഈസ് നോൺ അക്വസ് വെഹിക്കിൾ. അപ്പം കോമൺലി യൂസ്ഡ് ആയ നോൺ അക്വസ് വെഹിക്കിൾ ആണ് ഓയിലും ആൽക്കഹോളും. ഫിക്സ്ഡ് ഓയിൽ, അരാച്ചിസ് ഓയിൽ, കോട്ടൺ സീഡ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, സെസമെ ഓയിൽ, ഇതൊക്കെ നമുക്ക് വെഹിക്കിൾ ആയിട്ട് ഉപയോഗിക്കാം. ഏതൊക്കെയാണ്? ഫിക്സ്ഡ്, അരാച്ചിസ്, സെസമി, കോട്ടൺ സീഡ്, ആൽമണ്ട്. അപ്പം ദ ഓയിൽ vehicles are generally used as a ഡീപോട്ട് ഇഫക്റ്റ്. അപ്പൊ ഓയില് മസില് കേൾക്കുമ്പോഴേ ആലോചിക്കണം, പെട്ടെന്ന് ഡ്രഗ് അങ്ങോട്ട് പോകത്തില്ല, പതിയെ പതിയെ ഡ്രഗ് മൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഡീപോട്ട് ട്രിപ്റ്റേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. They are insoluble അല്ലെങ്കിൽ slightly soluble in water and the drug is soluble in oil. Dimercaprol injection can be given by using Arachis oil as the vehicle. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീപോട്ട് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ നോൺ അക്വസ് വെഹിക്കിൾ, ഫിക്സ്ഡ് ഓയിൽ ലൈക്ക് Arachis oil, cotton seed oil, ആൽമണ്ട് ഓയിൽ, സെസമി ഓയിൽ, ഇതൊക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? വെഹിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ യൂസ്ഡ് ആസ് ഒരു ഡീപോട്ട് ഇഫക്റ്റ് നമുക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. സോ ഇൻസോളിബിൾ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി സോളിബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് സബ്സ്റ്റൻസിനെ, ഒരു ഡ്രഗ് ഇൻ ഓയിലിനെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഹെൽപ്പ്. ഡൈമർകാപ്രോൾ ഇൻജെക്ഷൻ ബൈ യൂസിങ് Arachis oil as the vehicle. Next is ethyl alcohol is used in the preparation of hydrocortisone injection. അപ്പൊ ഈ നോൺ അക്വസ് വെഹിക്കിൾ ഒന്ന് എടുത്ത് പഠിക്കണം. ആദ്യത്തെ ഒരെണ്ണം പഠിച്ചേ ഏതായിരുന്നു? ഡൈമർകാപ്രോൾ ബൈ Arachis vehicle. അപ്പം അത് രണ്ടും ഒന്ന് എഴുതി വെക്കുക. ഡൈമർകാപ്രോൾ ക്യാരി ചെയ്യുന്ന വെഹിക്കിൾ ഏതാണ്? Arachis. ഓക്കെ, Arachis oil. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ്. ഈഥൈൽ ആൽക്കഹോൾ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? HCQന്റെ പ്രിപ്പറേഷന്. HCQ അതർവൈസ് ഹൈഡ്രോകോർട്ടിസോൺ ഇൻജെക്ഷൻസ്. അത് വാട്ടർ ഇൻസോളിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് prepared as an alcoholic preparation ആയിട്ട് മാറ്റും. And alcohol can cause pain, tissue damage at the site of injection. So therefore it is not used commonly. Next is propylene glycol. Propylene glycol is used as a vehicle in the preparation of digoxin injection. So propylene glycol എന്ന് പറയുന്ന ഒരു vehicle for preparing digoxin injection. So relatively non-toxic ആണ് and it causes pain on subcutaneous അല്ലെങ്കിൽ IM injections. അപ്പം digoxin injection നമ്മൾ vehicle ആയിട്ട് ഉപയോഗിക്കുന്ന ആരെയാണ്? propylene glycol. ഓക്കെ, അത് എഴുതിക്കുക. അപ്പൊ ഞാൻ 3 എണ്ണം പറഞ്ഞു. propylene glycol ഏതിന്റെ ആയിരുന്നു? digoxin. ഓക്കെ, സോ 3 നോൺ അക്വസ് വെഹിക്കിൾസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് ഡൈമർകാപ്രോൾ. ഡൈമർകാപ്രോൾ ഏതാ? Arachis oil. Then hydrocortisone. ഹൈഡ്രോകോർട്ടിസോൺ ഏതാ? ഈഥൈൽ ആൽക്കഹോൾ. ഡിഗോക്സിൻ ഏതാണ്? propylene glycol. ഓക്കെ, propylene glycol. സോ അത് അത്ര ടോക്സിക് അല്ല. It will cause pain at the site of injection. Then polyethylene glycol. propylene glycol ആണ് നമ്മൾ ഡിഗോക്സിൻ ഉപയോഗിക്കുന്നത്. പോളിഎഥിലീൻ ഗ്ലൈക്കോളും ഗ്ലിസറിനും ഒക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്റ്റെറൈൽ വാട്ടറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻസ് ഫോർ ഇൻജെക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതൊരു നല്ല സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ചില പ്രിപ്പറേഷൻസിന്റെ കേസിൽ ആ പ്രിപ്പറേഷന്റെ സോളിബിലിറ്റി കൂട്ടാനും ഇവന്മാരെ ഹെൽപ്പ് ചെയ്യും. പോളിഎഥിലീൻ ഗ്ലൈക്കോളും ഗ്ലിസറിനും. ഓക്കെ, ഇനി അഡ്ജുവന്റ് എന്താ? നമ്മുടെ പ്രിപ്പറേഷന്റെ സ്റ്റെബിലിറ്റി കൂട്ടാനും അതിന്റെ ക്വാളിറ്റി കൂട്ടാനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് അഡ്ജുവന്റ്. അപ്പൊ അഡ്ജുവന്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? അത് അത്രയും അനിവാര്യമെങ്കിൽ മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. സോ അഡിറ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യണം. ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഇൻകോമ്പാക്ടബിലിറ്റീസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദേ ഷുഡ് ബി ആഡഡ് ഇൻ മിനിമം പോസിബിൾ ക്വാണ്ടിറ്റി. അഡ്ജുവന്റ് എന്ന് പറയുന്നത് മിനിമം ക്വാണ്ടിറ്റിയിലായിരിക്കണം. അതിന് എക്സാമ്പിൾ ആണ് ഒന്ന് സോല്യൂബിലൈസിങ് ഏജന്റ്. അപ്പം നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലും പ്രൊഡക്റ്റിന് സോലിബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോലിബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് സോല്യൂബിലൈസിങ് ഏജന്റ്. ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ സർഫസ് ആക്റ്റീവ് ഏരിയ ബിറ്റ്വീൻ
പോളിസോർബേറ്റ് അതിനെയൊക്കെയാണ് നമ്മൾ co-solvent ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ solubilizing agents are used to increase the solubility of drug which are slightly soluble in water. The solubility of drug is increased by using surface active agent like TWE, polysorbate and also by using co-solvent. അടുത്തതാണ് സ്റ്റെബിലൈസർ. സ്റ്റെബിലൈസറിന്റെ പ്രത്യേകത എന്താ? സ്റ്റെബിലൈസർ ഹൈഡ്രോളിസിൽ നിന്നും ഓക്സിഡേഷനിൽ നിന്നും നമ്മുടെ പ്രോഡക്റ്റ് നശിച്ചു പോകാതെ അതിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സേഫ് ആയിട്ട് വെക്കാനാണ് സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത്. The drug in the form of solutions are more liable to deterioration due to oxidation and hydrolysis. So stabilizers യൂസ് ചെയ്ത് നമ്മളതിനെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The oxidation can be prevented by adding suitable antioxidant, thiourea, ascorbic acid, sodium metabisulfate ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി ഓക്സിഡന്റ്. ഓക്കെ, thiourea, ascorbic acid, sodium metabisulfate ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസേഴ്സ്. അപ്പൊ ഹൈഡ്രോളിസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും അറ്റ്മോസ്ഫിയറിക് നൈട്രജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ എന്താ പറയുക ഒരു അറ്റാക്ക് തടയാനായിട്ടാണ് നമ്മൾ നോൺ അക്വാസ് വെഹിക്കിൾസിൽ pH ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്നത്. ഇനി ബഫറിംഗ് ഏജന്റ് അറിയാലോ, pH-നെ ഓൾട്ടർ ചെയ്യാതെ സ്റ്റഡി ആയിട്ട് വെക്കേണ്ട ബഫറിംഗ് ഏജന്റ് നമ്മൾ ആഡ് ചെയ്തത് സിട്രിക് ആസിഡ്, സോഡിയം സിട്രേറ്റ്, അസറ്റിക് ആസിഡ്, സോഡിയം അസറ്റേറ്റ് ഒക്കെയാണ് ബഫറിംഗ് ഏജന്റ്. ഏതൊക്കെയാണ്? സിട്രിക്, സോഡിയം സിട്രേറ്റ്, അസറ്റിക്, സോഡിയം അസറ്റേറ്റ്. ഇനി ആന്റി ബാക്ടീരിയൽ ഏജന്റ് ഉണ്ട്. അതെന്താ? മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാനാണ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ആന്റി ബാക്ടീരിയൽ ഏജന്റ്സ് സിംഗിൾ ഡോസ് കണ്ടെയ്നർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, മൾട്ടിപ്പിൾ ഡോസ് കണ്ടെയ്നർ ആണെങ്കിൽ എങ്ങനെ വേണം എന്നുള്ളതാണ് പറയുന്നത്. ആന്റി മൈക്രോബിയൽ ഏജന്റ്സ് ആർ ആഡഡ് ഇൻ സിംഗിൾ ഡോസ് കണ്ടെയ്നേഴ്സ് where parental products are sterilized by filtration method and in multi-dose containers to prevent microbial contamination. Okay, microbial contamination prevent ചെയ്യാനായിട്ട് മൾട്ടി ഡോസ് കണ്ടെയ്നേഴ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ചിലേറ്റിംഗ് ഏജന്റ്. അപ്പൊ ചിലേറ്റിംഗ് ഏജന്റ് എക്സാമ്പിൾ ആണ് EDTA, ethylene diamine tetrahydric acid. So ചിലേറ്റിംഗ് ഏജന്റ് എക്സാമ്പിൾ EDTA അല്ലെങ്കിൽ ethylene diamine tetraacetic acid. അതിന്റെ സോൾട്ട് സോഡിയം, പൊട്ടാസ്യം സോൾട്ട്, പൊട്ടാസ്യം സോൾട്ട് ഓഫ് സിട്രിക് ആസിഡ്. ദെൻ ഇതൊക്കെ നമ്മൾ ഈ ഫോർമുലേഷനിലേക്ക് ആഡ് ചെയ്യുന്ന എന്തിനാ? മെറ്റാലിക് അയോൺസിന്റെ ചിലേഷൻ തടയാനായിട്ട് ആൻഡ് ഓൾസോ ഹെൽപ്പിംഗ് ഫോമിങ് എ കോംപ്ലക്സ് ടു ഗെറ്റ് dissolved in the solvent. അപ്പം ചിലേറ്റിംഗ് ഏജന്റുകൾ എന്താണ്? EDTA ആണ് ചിലേറ്റിംഗ് ഏജന്റ്. എക്സാമ്പിൾ എത്തിലീൻ ഡയമൈൻ ടെട്രാഅസറ്റിക് ആസിഡ്. അത് അതിന്റെ സോൾട്ട് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് സിട്രിക് ആസിഡ് അല്ലെങ്കിൽ മെറ്റാലിക് അയോൺസിന്റെ ചിലേറ്റുകള് ഇവരെയൊക്കെ ചിലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും? ആ സോൾവെന്റിൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തുകൊണ്ടാണ് ഡിസോൾവ് ആകും. പിന്നെ സസ്പെൻഡിങ്, എമൾസിഫയിങ് ആൻഡ് വെറ്റിംഗ് ഏജൻസ് ഇവര് വിസ്കോസിറ്റി കൂട്ടാനായിട്ടും കുറച്ച് നാളത്തേക്ക് എന്താ സ്റ്റെബിലിറ്റി കൊടുക്കാനൊക്കെ സഹായിക്കും. മീഥൈൽ സെല്ലുലോസ്, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, ജെലാറ്റിൻ, അക്കീഷ്യ ഇവരൊക്കെയാണ് സസ്പെൻഡിങ് ഏജന്റ്. എമൾസിഫയിങ് ഏജന്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? സ്റ്റെറൈൽ എമൾഷന്റെ കേസിൽ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലെസിറ്റിൻ, LECITHI. എമൾഷൻസ് പറയുന്ന പോലെ 1% മ്യൂസിലേറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ലെസിറ്റിൻ ആണ് ഉപയോഗിക്കാറ്. The wetting agents are used to reduce the interfacial tension between solid particle and the liquid. So ലംബുകൾ ഉണ്ടാകാതെ നല്ല എന്താ പറയാ ഫ്ലോയിൽ വരണം വെറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുന്നത്. They are also act as anti-foaming agent and എന്താ പറയാ നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയം ഫോം ഉണ്ടാവുകയും ആ ഫോം കുറച്ച് കഴിയുമ്പോൾ സബ്സൈഡ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ടോണിസിറ്റി ഫാക്ടേഴ്സ്. പെരൻട്രൽ പ്രിപ്പറേഷൻസ് ആയതുകൊണ്ട് തന്നെ ബോഡി ഫ്ലൂയിഡുമായിട്ട് ഐസോടോണിക് ആയിരിക്കണം. സോഡിയം ക്ലോറൈഡ്, ഡെക്സ്ട്രോസ്, ബോറിക് ആസിഡ് ഒക്കെ അതിനെ എന്ത് ചെയ്യാൻ പറ്റണം? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. Then the substance could be compatible with other ingredient of the formulation. നമ്മുടെ ഫോർമുലേഷന്റെ മറ്റ് പ്രോഡക്റ്റുമായിട്ട് എന്തായിരിക്കണം? കമ്പാറ്റബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് വരുന്നത്. നെക്സ്റ്റ്
യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഇത് ചിലപ്പോൾ ചോദിക്കാവേ. അപ്പം ഇൻഗ്രീഡിയൻസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ മാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം mg/ml എന്ന് പറയുന്നത്. then percentage weight per volume 5% weight per volume അങ്ങനെ. then millimoles പ്രധാനമായിട്ട് നമ്മളിത് ഇൻഫ്യൂഷൻസിന്റെ ഒക്കെ ഇലക്ട്രോലൈറ്റ്സിന്റെ ഒക്കെ പറയുമ്പോഴാണ് മില്ലിമോൾ പറയുന്നത്. then containers and closures ഇവിടെയാണ് നമ്മുടെ ഗ്ലാസുകളുടെ ഉപയോഗം വരുന്നത് കേട്ടോ. അപ്പം നമ്മള് ടൈപ്പ് 1 ഗ്ലാസ്, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നൊക്കെ പറഞ്ഞ ഗ്ലാസുകൾ ഉണ്ട്, അത് ഇവിടെയാണ് വരുന്നത്. സോ കണ്ടെയ്നേഴ്സ് ആൻഡ് ക്ലോഷേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെങ്കിൽ ഗ്ലാസിൽ നിന്നുണ്ടാക്കാം, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ നിന്നുണ്ടാക്കാം. ഓക്കെ, സോ പെൻഡൽ പ്രൊഡക്ട്സിന് വേണ്ടുന്ന കണ്ടെയ്നേഴ്സും അല്ലെങ്കിൽ ക്ലോഷേഴ്സും ഒന്നെങ്കിൽ ഗ്ലാസിൽ നിന്നുണ്ടാക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ നിന്നുണ്ടാക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാക്കാൻ പാടില്ല, ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ഒരു തരത്തിൽ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ പാടില്ല, ആ വാൾസ് ഒന്നും ഡിഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. സോ ടൈപ്പ് 1 ഗ്ലാസ് എന്താണ്? ടൈപ്പ് 1 ഗ്ലാസ് ഈസ് കോൾഡ് ആസ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ന്യൂട്രൽ ഗ്ലാസ്. ഏറ്റവും ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ബോറോസിലിക്കേറ്റ്. ഓക്കെ, ഹൈ ഹൈഡ്രോളിക് റെസിസ്റ്റൻസ് ഉള്ള കെമിക്കൽ കോമ്പോസിഷൻ ഉള്ള ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഓട്ടോക്ലേവ് ചെയ്യാൻ വെച്ചാലും വെതറിയിൽ വെച്ചാലും ഒക്കെ ഈ ടൈപ്പ് 1 ഗ്ലാസ് ഹൈലി സ്റ്റേബിൾ ആണ്. ടൈപ്പ് 2 ഗ്ലാസ് എന്താ? സോഡ ലൈം സിലിക്കേറ്റ് ഗ്ലാസ്. അപ്പൊ സോഡ ലൈം സിലിക്കേറ്റ് ഗ്ലാസിന്റെ പ്രത്യേകത എന്താണ്? ഹൈ ഹൈഡ്രോളിക് റെസിസ്റ്റൻസ് ആണ്. സോ ആസ് എ റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ് വിത്ത് മോയിസ്റ്റ് സൾഫർ ഡയോക്സൈഡ് ഹൈ ടെമ്പറേച്ചർ ഇത് എന്ത് ചെയ്യും? ഈ സോഡ ലൈം സിലിക്കേറ്റ് ഗ്ലാസ് high hydraulic resistance. So type 1 borosilicate highly hydraulic resistance. Type 2 soda lime silicate അത് highly hydraulic resistance ഉണ്ട്. because ഈ type 2 എന്ന് പറയുന്ന soda lime ഗ്ലാസ് നമ്മൾ moist sulfur dioxide ആയിട്ട് നല്ല ഹൈ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ കണ്ടെയ്നേഴ്സ് they can be made from the glass are suitable for acidic അല്ലെങ്കിൽ neutral aqueous preparation. Next is type 3. Type 3 അല്ലെങ്കിൽ soda lime silicate ഗ്ലാസിന്റെ പ്രത്യേകത എന്താണ്? moderate hydraulic resistance ആണ്. അതേപോലെ the container made from the glass are generally non aqueous preparations ന് വേണ്ടിയിട്ടായിരിക്കും. Okay, so the containers made from this glass type 3 എന്ന് പറയുന്ന soda lime glass എന്ന് പറയുന്നത് നോൺ അക്വസ് പ്രിപ്പറേഷൻസ് പൗഡേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അത് ജസ്റ്റ് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടൈപ്പ് 3 ഗ്ലാസ്. ഓക്കെ, ടൈപ്പ് 1 ഇസ് ബോറോസിലിക്കേറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ ഗ്ലാസ്. നല്ല റെസിസ്റ്റൻസ് ഉണ്ട്, ഓട്ടോക്ലേവിനെ വെൽഡിങ്ങിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ടൈപ്പ് 2 സോഡ ലൈം ഗ്ലാസ് ആണ്. നല്ല രീതിയിൽ ഹൈഡ്രോളിക് റെസിസ്റ്റൻസ് ഉണ്ട് ബിക്കോസ് ദേ ആർ വിത്ത് മോയിസ്റ്റ് sulfur dioxide high temperature. Last, the containers ഈ particular type 2 ൽ prepare ചെയ്യുന്ന acidic ആയിക്കോട്ടെ neutral aqueous preparation ആയിക്കോട്ടെ എല്ലാത്തിനും suitable ആണ്. Next is type 3 soda lime glass moderate hydraulic resistance ഉള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? they are made from the glass are generally suitable for non aqueous preparation, powder and reconstitution immediately prior to administration. So containers of type 2 and type 3 glass എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രാവശ്യമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബ്ലഡ് കമ്പോണന്റ് അതൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ടൈപ്പ് 2 ടൈപ്പ് 3 നമുക്ക് സിംഗിൾ ആപ്ലിക്കേഷൻ ആണ്, എന്നാൽ ടൈപ്പ് 1 നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ അകത്താണെങ്കിൽ പോളി എത്തിലീൻ, പോളിലീനൈൽ ക്ലോറൈഡ്, പോളിപ്രോപ്പലീൻ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻജെക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചേച്ചി ഒരു മിനിറ്റ്, പറഞ്ഞോ. ടൈപ്പ് 4 ഉണ്ടോ? ടൈപ്പ് 4 ഉണ്ട്. ടൈപ്പ് 4 ഞാൻ പറയാം, ടെക്സ്റ്റിനകത്ത് ഇത്രേ ഉള്ളൂ, നോട്ടിലുണ്ട്, ഞാനിത് പറയാവേ, ഒരു മിനിറ്റ്. ഫോർ ടൈപ്പ് ഓഫ് ഗ്ലാസ് മെറ്റീരിയൽസ് പ്രധാനമായിട്ടും വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തായിരുന്നു, ഏതിന്റെ അകത്തും ഉണ്ടായിരുന്നു ന്യൂട്രൽ ഗ്ലാസ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഏതിനാ? ന്യൂട്രൽ ചേച്ചി ഇപ്പൊ പറഞ്ഞു ഫസ്റ്റ് ആണല്ലേ, ടൈപ്പ് 1 അല്ലേ? ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 3 ആണ് നമ്മളിപ്പോ പറഞ്ഞത്.
അല്ല ന്യൂട്രൽ ഗ്ലാസ് എന്ന് പറയുന്നത് ഏതാ? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് നമ്മൾ വായിച്ചില്ലേ ഇപ്പം? ടൈപ്പ് 1. ടൈപ്പ് 1 ആണ് ബോറോസിലിക്കേറ്റ്. അത് തന്നെയാ ന്യൂട്രൽ ഗ്ലാസും. ന്യൂട്രൽ ഗ്ലാസ് ബോറോസിലിക്കേറ്റ് എന്നൊക്കെ പറയുന്ന തന്നെയായി ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ആ എന്റെ കയ്യിൽ അതിന്റെ ഒരു ഇതുണ്ട്, ഞാനിപ്പം എടുക്കാം. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ മറ്റേ ക്യാപ്സ്യൂളിന്റെ സൈസ് പഠിച്ചിട്ട് പോണേ. ആ ക്യാപ്സ്യൂളിന്റെ സൈസ് നോക്കിയിട്ടുണ്ടോ? 0, 0, 0, 0 അങ്ങനെ നമ്മൾ കുറെ ഇത് പഠിച്ചിട്ടില്ലേ? ആ ആ അത് നോക്കണേ. അതിനകത്ത് നിന്ന് കഴിഞ്ഞ ഒരു 2013 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ കേട്ടായിരുന്നു. ടൈപ്പ് 4 ഉണ്ട്, ഞാനതൊന്ന് റീചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഞാനത് വായിച്ചിട്ടുണ്ട്. ടൈപ്പ് 4 is also there. ഈ ആംബ്യൂൾസും വയൽസും ഉണ്ടാക്കുന്നത് ടൈപ്പ് 1 ഉപയോഗിച്ചിട്ടാ? ബോറോസിലിക്കേറ്റ്, അതെ. അത് പിന്നെ ഓരോ പ്രിപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പം നമ്മൾ എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയ ടൈപ്പ് മീൻസ് റിയാക്ടിവിറ്റി ആ മെറ്റീരിയലിനോട് ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ സാധനമായിരിക്കും നമ്മൾ വെക്കുക. മനസ്സിലായോ? അപ്പൊ ഏതാണ് അതിന്റെ അകത്തുള്ള കണ്ടന്റ് എന്നുള്ളതനുസരിച്ചിരിക്കും. എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാമേ. ആഫ്റ്റർ ക്ലാസ് ഞാൻ വോയിസ് ആയത് ഇട്ട് തരാം. ഓക്കെ, അത് 4 ഉണ്ട്. പക്ഷെ ആ 4th വൺ നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗും ആണ്. അപ്പം ന്യൂട്രൽ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പം ലാസ്റ്റ് വൺ ന്യൂട്രൽ എന്ന് വിചാരിക്കാം, പക്ഷെ അങ്ങനെയല്ല. ഫസ്റ്റ് വൺ ബോറോസിലിക്കേറ്റ് ആണ് ന്യൂട്രൽ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയില്ലേ ആംബ്യൂൾസും വയൽസ് ഒക്കെ എടുക്കുന്ന സമയം ന്യൂട്രലിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇന്ററാക്ഷനും ഉണ്ടാവില്ല. മറ്റേത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ? സോഡ ലൈം ഗ്ലാസ് വെച്ചിട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഇന്ററാക്ഷൻസ് കൂടുതലായിട്ടും സെക്കൻഡിനും തേർഡിനും ഉണ്ടാകാം. വൺ ടൈം ആണ്. അപ്പൊ ഡ്രഗ് എടുക്കുന്നതിന് അത് എത്രത്തോളം സ്യൂട്ടബിൾ അല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം അതിനകത്ത് നമുക്ക് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് പ്രോഡക്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രമേ അതിൻ്റെ അകത്ത് എടുക്കുന്നത് സേഫ് ആയിട്ട് നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ടൈപ്പ് 4 ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാവേ. എന്റെ ഏതോ ഒരു ബുക്കിൽ കിടക്കുന്നുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോ എഴുതി വെച്ച് എവിടെയോ ഉണ്ട്. ഞാൻ അത് അതുപോലെ പറഞ്ഞുതരാം. ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ. ഓക്കെ, ഇനി അതിന് ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്, പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റും. പിന്നെ അതിന് ഒരു ടെസ്റ്റും, അതിന് ടെസ്റ്റുകളും കൂടെ അതിനകത്ത് പറയാറുണ്ട്. അതും ഞാൻ അതിന്റെ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് നോക്കണം കേട്ടോ. ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ? ഓഗ്മെന്റഡ്, ബിസയർ. ടൈപ്പ് എ റിയാക്ഷൻ ഇസ് ഓഗ്മെന്റഡ്, ടൈപ്പ് ബി ബിസയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ബിസയർ റിയാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ക്ലിനിക്കൽ പഠിക്കുമ്പോ പഠിച്ചിട്ടുള്ള സാധനമാണ്. ഓക്കെ, സോ അത് നോക്കണേ. ഇത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ഡിഫാമിന്റെ സിലബസ് അനുസരിച്ച് ഇത് മൂന്നുമാണ് അവര് പ്രധാനമായിട്ടും പറയുന്നത്. ടൈപ്പ് 4 കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ടൈപ്പ് 2ഉം ടൈപ്പ് 3ഉം വരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും ഉണ്ട്, ഈ ടൈപ്പ് ഓഫ് ഗ്ലാസസും ഉണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ സിംഗിൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ് 2ഉം ടൈപ്പ് 3 ആണെന്ന്? അതെ അതെ. അപ്പോ വയലും ഇതൊക്കെ ഉണ്ടാക്കുന്നത് ടൈപ്പ് 1 അല്ലേ? അത് സിംഗിൾ യൂസ് അല്ലേ? ഏതൊക്കെ? ആംപ്യൂൾസ് അങ്ങനെയല്ലല്ലോ. സിംഗിൾ യൂസ് അല്ലേ? വയൽസ് അങ്ങനെയല്ലല്ലോ. അല്ല, ആംബ്യൂൾസ് സിംഗിൾ യൂസ് അല്ലേ? ആംപ്യൂൾസ് സിംഗിൾ യൂസ് ആണ്, പക്ഷെ അതിനകത്ത് ഡ്രഗ് അല്ലേ പ്രധാനമായിട്ട് വരുന്നത്? ഡ്രഗ് വരുന്നതൊക്കെ ടൈപ്പ് 1 അല്ലേ? ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളില്ലേ, നമ്മുടെ മറ്റേ പിപ്പറ്റ്, ബ്യൂററ്റ്, നല്ല ഹൈ ക്വാളിറ്റി ഗ്ലാസ് ആണ് ബോറോസിലിക്കേറ്റ്. അപ്പൊ ഡ്രഗ് എടുത്താലും ഒരു ഇന്ററാക്ഷനും ഇല്ലാത്ത ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ബോറോസിലിക്കേറ്റ്. ഓക്കെ, അപ്പൊ അത് ഏത് സൈസിൽ എത്ര ml വേണമെങ്കിൽ അതിനകത്ത് കൊള്ളാം, പ്രോബ്ലം ഇല്ല. ഒരു 1 to 2 ml വരെയൊക്കെ സുഖമായിട്ട് കൊള്ളും. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പാണ് നമ്മൾ ഈ ടൈപ്പ് 2 ട്രീറ്റഡ് സോഡ ലൈം അല്ലെങ്കിൽ സോഡ ലൈം സിലിക്കേറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ സെക്കൻഡ് വൺ ആണ്. ഓക്കെ, അപ്പം അതിന്റെ അകത്ത് നമുക്ക് എന്താ പറയാ, ഒരു 100 ml അതിൽ താഴെയൊക്കെ അതിനകത്ത് കൊള്ളിക്കാൻ പറ്റും. ഇപ്പം ആസിഡിക്കോ അല്ലെങ്കിൽ ന്യൂട്രൽ പ്രിപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് 2ന്റെ അകത്ത് കൊള്ളിക്കാം. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും ഈ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും നമ്മൾ
കൂടുതലായിട്ടും ടൈപ്പ് 2-ലും ടൈപ്പ് 3-ലും കൊണ്ട് നടക്കുന്നത്. ഓക്കെ, ടൈപ്പ് 3 ആണ് സോഡ ലൈം, ടൈപ്പ് 2 ട്രീറ്റഡ് സോഡ ലൈം, ടൈപ്പ് 3 സോഡ ലൈം. ഓക്കെ, ടൈപ്പ് 4 എനിക്ക് എന്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ, ജനറൽ പർപ്പസിന് എന്തോ ഉപയോഗിക്കുന്നതാണെന്നാണ് എന്റെ ഓർമ്മ. അതായത് മറ്റേത് പോലെ തന്നെ ടൈപ്പ് 2-ഉം ടൈപ്പ് 3-യും പോലെ തന്നെ നമുക്ക് എല്ലാ പർപ്പസും എടുക്കാൻ പറ്റും. ഏറ്റവും ലിബറൽ ആയിട്ടുള്ള സാധനമാണ് ടൈപ്പ് 4 കാറ്റഗറി വരുന്നത്. ഒരു ജനറൽ കാറ്റഗറിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സോഡ ലൈമാണ്. ഓക്കെ, സോഡ ലൈം ക്ലാസ് തന്നെയാണ്. ടൈപ്പ് 1 മാത്രമേ ബോറോസിലിക്കേറ്റ് വരുള്ളൂ. ഓക്കെ, ടൈപ്പ് 1 ഇങ്ങനെ ആലോചിച്ചാൽ മതി, ടൈപ്പ് 1 ബോറോസിലിക്കേറ്റ്, ടൈപ്പ് 2-ഉം ടൈപ്പ് 3-യും ടൈപ്പ് 4-ഉം എല്ലാം സോഡ ലൈമാ വരുന്നത്. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറയുന്നത് ട്രീറ്റഡ് സോഡ ലൈം, ടൈപ്പ് 3 എന്ന് പറയുന്നത് വെറും സോഡ ലൈം, ടൈപ്പ് 4 എന്ന് പറയുന്നത് സോഡ ലൈം ഫോർ ജനറൽ പർപ്പസ്. അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെയാവും, അതാണ് എന്റെ കറക്റ്റ് ആൻസർ. ടൈപ്പ് 4 എന്ന് പറയുന്നത് എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നാണ് എന്റെ ഒരു മെമ്മറി. ഇതിന്റെ അകത്ത് എല്ലാത്തിനും ടെസ്റ്റ് എന്ന് പറയുന്നത് പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റാണ്. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചോ. പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റ് ആണ് നമ്മൾ എല്ലാവരിലും ഉപയോഗിക്കുന്നത്. ഈ മറ്റേ രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ, ടൈപ്പ് 2 ട്രീറ്റഡ് ആയിട്ടുള്ള ആൾക്കാര്, അവരിൽ മാത്രമാണെന്ന് തോന്നുന്നു വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്, വാട്ടർ അറ്റാക്ക്. ബാക്കി 3ന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റ്. ഓക്കെ, ഞാൻ അതൊന്ന് റീക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഇതെന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. ഹൈഡ്രോളിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റും വാട്ടർ അറ്റാക്കും സെയിമാ? ഏതാടാ? ഹൈഡ്രോളിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഹൈഡ്രോളിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റും വാട്ടർ അറ്റാക്ക് ടെസ്റ്റും ഒന്നാണോ? അതെ. ഓക്കെ, സോ വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് ടൈപ്പ് 2-ന്റെ കാറ്റഗറിയാണ്. ടൈപ്പ് 2 ഈ നമ്മളിപ്പം IV അല്ലെങ്കിൽ പേരൻട്രൽ അല്ലാതെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, നോൺ പേരൻട്രൽ ആയിട്ട്, അതായത് നമ്മുടെ എന്താ പറയാ IV ലൈനിലേക്കൊക്കെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടാത്ത സാധനങ്ങളുണ്ടല്ലോ, അവരെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഈ ടൈപ്പ് 4-ല് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവോൾവ് ചെയ്യും. നോൺ പേരൻട്രൽ ആയിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും നമ്മൾ ടൈപ്പ് 4-ന്റെ അകത്ത് കൂടുതലായിട്ടും എടുക്കുന്നത്. ടൈപ്പ് 2-ലും 3-ലും പിന്നെയും ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും. ടൈപ്പ് 4-ലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ എന്താ പറയാ പേരൻട്രൽ അല്ലാത്ത ജനറൽ ആയിട്ട് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടൈപ്പ് 4-ൽ വരുന്നത്. ഓക്കെ, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ഓക്കെ, ടൈപ്പ് 1 എന്ന് പറയുന്നത് എന്താ, ബോറോസിലിക്കേറ്റ്. ടൈപ്പ് 2 എന്താ, ട്രീറ്റഡ് ബോറോസിലിക്കേറ്റ്. ടൈപ്പ് 3 എന്താ, സോഡ ലൈം. ലാസ്റ്റ് വൺ ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന സോഡ ലൈം. ഓക്കെ, ഇത്രയാ വരുന്നത്. അതായത് വാട്ടർ ടെസ്റ്റ് നടത്തുന്ന ഏതിനാ? ടൈപ്പ് 2. ബാക്കിയെല്ലാം പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോസസിങ് ഓഫ് പേരന്റൽ പ്രിപ്പറേഷൻസ്. അപ്പം എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്ത് ഒരു ആംബ്യൂളിലേക്ക് മാറ്റേണ്ടതെന്ന് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് നമ്മൾ കണ്ടെയ്നർ ക്ലീൻ ചെയ്യുക. കണ്ടെയ്നറിന്റെ ക്ലോഷർ, എക്യുപ്മെന്റ്, എന്തൊക്കെ സാധനങ്ങൾ ഈ പ്രിപ്പറേഷന് വേണ്ടി എടുക്കുന്നോ അതെല്ലാം ക്ലീനിങ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം. സോ ഫസ്റ്റ് പ്രോസസ് ക്ലീനിങ്. സെക്കൻഡ് വൺ ഈസ് കളക്ഷൻ ഓഫ് ഓൾ ദി ഇൻഗ്രീഡിയൻസ്. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വേണോ അതിനെ കൃത്യമായിട്ട് വേ ചെയ്തിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, മൂന്നാമത്തത് പ്രിപ്പറേഷൻ ഓഫ് പേരന്റൽ പ്രോഡക്ട്സ്. അതായത് ഒരു ഫാർമസിസ്റ്റ് തീരുമാനിക്കാം ഏത് ഓർഡറിൽ മിക്സ് ചെയ്യണം, എത്ര എണ്ണം, എപ്പോൾ, അസെൻഡിങ് വേണോ, ഡിസെൻഡിങ് വേണോ, ഏത് കണ്ടീഷൻസ് ഒക്കെ വേണം എന്നുള്ളതാണ് പ്രിപ്പറേഷൻ ഓഫ് പേരന്റൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഫിൽട്രേഷൻ, then filling the preparation final container, seal ചെയ്യുക, sterilize ചെയ്യുക, evaluate ചെയ്യുക, and last one label and packing. ഓരോന്ന് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം ക്ലീനിങ്. അപ്പം ഓൾ ദ കണ്ടെയ്നർ, ക്ലോഷർ ആൻഡ് എക്യുപ്മെന്റ്സ് നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വേണോ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക വിത്ത് ഡിറ്റർജൻസ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻസ് ചോദിക്കാം, ഡിറ്റർജന്റ് ആണോ, വാട്ടർ ആണോ, ടാപ്പ് വാട്ടർ ഉപയോഗിക്കാമോ, അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. സോ അതുകൊണ്ട് ഈ സെന്റൻസ് കൃത്യമായിട്ട് കേട്ടോ. It has to be thoroughly cleaned with detergents and washing is done with tap water followed by clean distilled water and finally rinsed with water for injection. മനസ്സിലായോ?
ഏറ്റവും ആദ്യം നമ്മൾ എന്ത് വെച്ചാ ക്ലീൻ ചെയ്യേണ്ടത്? ഡിറ്റർജൻസ്. അതിനുശേഷം കഴുകിയതിന് ശേഷം നമ്മൾ അതിനെ ടാപ്പ് വാട്ടറിൽ ഒന്നുകൂടെ കഴുകുക. ദെൻ ക്ലീൻ ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് പിന്നീട് കഴുകുക. ഡിസ്റ്റിൽഡ് വാട്ടറും കഴിഞ്ഞിട്ട് ഫൈനലി വാട്ടർ ഫോർ ഇൻജെക്ഷൻ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ കണ്ടെയ്നർ അല്ലെങ്കിൽ ക്ലോഷറിന് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു എന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. ദെൻ ഇനി ഇതേപോലെ തന്നെയാണ് റബ്ബർ ക്ലോഷർ നമ്മൾ ക്ലീൻ ചെയ്യണം. ഓക്കെ, സോ കണ്ടെയ്നേഴ്സിന്റെ കാര്യം പറഞ്ഞു. റബ്ബർ ക്ലോഷർ എടുക്കുകയാണെങ്കിൽ ദേ ഹാസ് ടു ബി washed with a hot solution. Okay, hot solution of 0.5% of sodium pyrophosphate. Clear ആയോ? ഒന്ന് മനസ്സിലാക്കിക്കേ. റബ്ബർ ക്ലോഷറിനെ പറ്റിയിട്ടാ പറയുന്നത്. റബ്ബർ ക്ലോഷർ ഹീറ്റ് റെസിസ്റ്റന്റ്, അതുകൊണ്ട് ഹോട്ട് സൊല്യൂഷൻ വിത്ത് 0.5% ഓഫ് സോഡിയം pyrophosphate വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. The closures are then removed from this 0.5% sodium pyrophosphate. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ വെച്ച് വാഷ് ചെയ്യാം. അവസാനം വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ, ഫിൽറ്റർ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്താൽ മാത്രമേ എന്താകുള്ളൂ? അത് ആ ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ലാർജ് സ്കെയിലിലേക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് കളക്ഷൻ ഓഫ് മെറ്റീരിയൽ. അപ്പൊ വേരിയസ് ഇൻഗ്രീഡിയൻസ് പ്രിപ്പറേഷൻസിനെ വേ ചെയ്യുകയും കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? നേരെ പ്രിപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുവരിക. അവിടെ റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഈ റോ മെറ്റീരിയൽസ്, എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണോ ഈ പെരൽ പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്, അവരെ എല്ലാവരും വളരെ സ്റ്റെറിലൈസ്ഡ് ആയിട്ട് പ്യുവർ ആയിട്ട് എടുത്തുകൊണ്ട് വരിക. അതേപോലെ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻസ് വിച്ച് ഈസ് ഫ്രീ ഫ്രം പൈറജൻ ആൻഡ് മൈക്രോ ഓർഗാനിസം, അതും നമുക്ക് എന്ത് വേണം? നമ്മുടെ മെറ്റീരിയൽസിന്റെ കൂടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് പാരന്റൽ പ്രോഡക്റ്റ്. അപ്പം ഫാർമസിസ്റ്റ് ആണ് ഏത് മെറ്റീരിയൽ എങ്ങനെ മിക്സ് ചെയ്യണം എന്ന് തീരുമാനിക്കുക നമ്മുടെ നോളജ് അനുസരിച്ചിട്ട്, അല്ലെ? സോ the parental preparation must be prepared under strict aseptic condition. Okay, so ingredients നമ്മൾ accurately weigh ചെയ്യുക, വെഹിക്കിളിലേക്ക് ഡിസോൾവ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? we have to prepare it according to the instruction. Then filtration, നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റർ, അത് ഏതൊക്കെയാ? സിഡ്സ് ഫിൽറ്റർ, സിൻറ്റോർഡ് ഫിൽറ്റർ, മെംബ്രെയിൻ ഗ്ലാസ് ഫിൽറ്റർ, ഓർമ്മയുണ്ടല്ലോ? ഫിൽറ്റർ കാൻഡിൽസ് എന്നൊക്കെ പറയുന്നൊക്കെ ഓർമ്മയുണ്ടാവും. സെറാമിക് ഫിൽറ്ററിനെയാ ഫിൽറ്റർ കാൻഡിൽസ് എന്ന് പറയുന്നത്. സോ ഇത്തരം ആൾക്കാരെ എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നു. നമ്മുടെ ഫിൽട്രേഷന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെ എന്താണ്? ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സൊല്യൂഷൻ ക്ലാരിഫൈ ചെയ്യുക. സോ if the parental preparations are required to be sterilized by means of bacterial proof filters, filtration has to be done under aseptic condition. ആ ഫിൽറ്റേർഡ് സൊല്യൂഷനിൽ അപ്പൊ ഒരു തരത്തിലുള്ള കണ്ടാമിനേഷൻ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവനെ എന്ത് ചെയ്യും? ഫൈനൽ കണ്ടെയ്നറിലേക്ക് മാറ്റിക്കൊണ്ട് സീല് ചെയ്യും. ഓക്കെ, then next is filling the preparation in final container. Okay, so final container-ലേക്ക് പ്രോഡക്റ്റ് മാറ്റുവാണ്. The filtered product is filled into the final container. അപ്പൊ അതിന് എക്സാമ്പിൾസ് പറഞ്ഞേ, കണ്ടെയ്നേഴ്സിന്റെ എക്സാമ്പിൾസ് പറഞ്ഞേ. ആംപ്യൂള്, വയല്, ട്രാൻസ്ഫ്യൂഷൻ ബോട്ടിൽസ്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആംപ്യൂൾസ് നമുക്ക് സിംഗിൾ യൂസ് ആണോ അതോ മൾട്ടിപ്പിൾ യൂസ് ആണോ? ആംപ്യൂള് എന്ത് യൂസാ? സിംഗിൾ യൂസ് അല്ലേ? വയൽസോ? മൾട്ടിപ്പിൾ ഡോസ്. അപ്പം ഈ നമ്മള് സിംഗിൾ ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ എന്തുകൊണ്ടാ ഇപ്പം വയൽസ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ മുകളിൽ റബ്ബർ ആയിരിക്കും അല്ലെ അതിന്റെ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്? അതെന്തുകൊണ്ടാ റബ്ബർ ക്ലോഷർ വെക്കുന്നത്? അല്ലെങ്കിൽ വീണ്ടും അത് കണ്ടാമിനേറ്റഡ് ആകും. അപ്പം സിംഗിൾ യൂസ് പോലെയല്ല, ആംപ്യൂൾസ് പോലെയല്ല, വയൽസ് എടുക്കുന്ന സമയം നമ്മൾ അതിനകത്ത് മൾട്ടിപ്പിൾ ഡോസസ് ഫില്ല് ചെയ്യുന്നുണ്ട്. സോ ഈ ബോട്ടിൽസിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് പ്രധാനമായിട്ടും ട്രാൻസ്ഫ്യൂഷൻ ഫ്ലൂയിഡ്സ് ആയിരിക്കും. ഇപ്പം NS, DNS അവരൊക്കെ ആയിരിക്കും. ഇനി സ്മോൾ സ്കെയിൽ ആണെങ്കിൽ നമുക്ക് ഇവനെ എന്ത് ചെയ്യാം? മാനുവലി തന്നെ ഫില്ല് ചെയ്യാം ബൈ യൂസിങ് ഹൈപ്പോഡെർമിക് നീഡിൽസും സിറിഞ്ചസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മാനുവലി ചെയ്യാം. പക്ഷെ ലാർജ് സ്കെയിലിൽ ഇത് ഓട്ടോമാറ്റിക് ഫില്ലിംഗ് മെഷീൻസ് അതിന് വേണ്ടിയിട്ട് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റെറൈൽ പൗഡേഴ്സ് ഉണ്ട്.
നമ്മൾ പറഞ്ഞില്ലേ ചിലത് നമ്മൾക്ക് ജസ്റ്റ് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ മാത്രമേ നമ്മൾ അവരെ എന്ത് ചെയ്യുള്ളൂ, സൊല്യൂഷൻ ആക്കി മാറ്റുകയുള്ളൂ. അപ്പം അത്തരം ഏജന്റുകളെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെറൈൽ സോൾട്ടുകളെ നമുക്ക് എന്ത് ചെയ്യണം, അതിന് നല്ല സ്റ്റെറൈൽ ആയിട്ട് തന്നെ ആ ഒരു കണ്ടെയ്നറിലേക്ക് ഫിൽ ചെയ്യണം. സോ ദ സ്റ്റെറൈൽ പൗഡേഴ്സ് ആർ ഫിൽഡ് ഇൻ ടു കണ്ടെയ്നേഴ്സ് ബൈ ഇൻഡിവിജ്വൽ വേയിങ് അല്ലെങ്കിൽ ബൈ യൂസിങ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ഡിവൈസസ്. സോ ദ ഫില്ലിംഗ് ഓപ്പറേഷൻസ് ഈസ് ക്യാരിഡ് ഔട്ട് അണ്ടർ സ്ട്രിക്റ്റ് അസെപ്റ്റിക് പ്രിക്വേഷൻ. സോ ഫില്ല് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ടേക്ക് പ്രോപ്പർ കെയർ അത് സൊല്യൂഷൻസ് നമ്മൾ ഫില്ല് ചെയ്യാൻ. എന്നിട്ട് പണ്ട് ആംപ്യൂൾസ് നമ്മൾ സീൽ ചെയ്ത് ഓർമ്മയുണ്ടോ, അതുപോലെ വേണം. ആംപ്യൂള് സീൽ ചെയ്യുന്ന സമയം നമ്മൾ വൃത്തിയായിട്ട് ഫില്ല് ചെയ്യണം. അതായത് നെക്കിലൊന്നും ഈ വാട്ടർ കണ്ടന്റ് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും, ചാറിങ് ഉണ്ടാവും എന്നൊക്കെ പഠിച്ചത് പണ്ട് ഓർമ്മയുണ്ടോ? So during filling of ampules, care has to be taken that the solution should be filled below the neck of the ampule. നെക്കിന്റെ അവിടെ ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല. നെക്കിന്റെ താഴത്തേക്ക് വേണം അതിനെ ഫില്ല് ചെയ്യാൻ. ആൻഡ് ദ സൊല്യൂഷൻ ഷുഡ് നോട്ട് ടച്ച് ദ നെക്ക് ഓഫ് ദ ആംപ്യൂൾ. ആ ആംപ്യൂളിന്റെ നെക്കിൽ എന്തുണ്ടാകാൻ പാടില്ല, ഒരു ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു സ്പില്ലേജ് പോലും എന്തുണ്ടാകാൻ പാടില്ല, സൊല്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ദിസ് വിൽ ലീഡ്സ് ടു ക്രാക്കിംഗ് ആൻഡ് സ്റ്റെയിനിങ്. നമ്മൾ ചെയ്യുന്ന സമയം നമുക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ കറുത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ദർ ഈസ് സൊല്യൂഷൻ. സോ ക്രാക്കിങ്ങും സ്റ്റെയിനിങ്ങും ഉണ്ടാകാം അറ്റ് ദ ടൈം ഓഫ് സീലിംഗ്. ഇനി സീലിംഗ് എങ്ങനെയാണ്, ജസ്റ്റ് ആഫ്റ്റർ ദ ഫില്ലിംഗ് നമ്മൾ മാനുവലി സീൽ ചെയ്യാനാണെങ്കിൽ എങ്ങനെ ചെയ്യും, ആ ആംപ്യൂളിന്റെ ഹെഡ് റൊട്ടേറ്റ് ചെയ്യും ബൈ ഷോയിങ് ടു ബൺസൺ ബർണർ. ലാർജ് സ്കെയിലാണെങ്കിൽ അവിടെ സീലിംഗ് മെഷീൻസ് ഉണ്ട്, അവര് ആ ആംപ്യൂളിന്റെ ടിപ്പ് നേരെ ഫ്യൂസ് ചെയ്തിട്ട് അങ്ങ് സീൽ ചെയ്യും. വയൽസും അതേപോലെ ട്രാൻസ്ഫ്യൂഷൻ ബോട്ടിൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ they are sealed by closing its opening with the rubber closure. So വയൽസും ട്രാൻസ്ഫ്യൂഷൻ ബോട്ടിൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരെ നമ്മൾ എങ്ങനെയായിരിക്കും സീൽ ചെയ്യുന്നത്, ബൈ ക്ലോസിങ് ദ ഓപ്പണിംഗ് ഓഫ് റബ്ബർ ക്ലോഷർ. അപ്പം വയൽസ് നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ യൂസ് ആണ്. അപ്പം ഒരു യൂസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യും, അവിടെ റബ്ബർ വെച്ചിട്ട് റബ്ബർ ക്ലോഷർ ഉപയോഗിച്ച് അതിനെ അടച്ചു വെക്കും. ആൻഡ് റബ്ബർ ക്ലോഷർ ഹാസ് ടു ബി ഹെൽഡ് ഇൻ പ്ലേസ് ബൈ crimping with aluminum cap which is done manually and by mechanical means. വയൽസ് ഒക്കെ ഓർമ്മയുണ്ടാവല്ലോ, റബ്ബർ ക്ലോഷറിന് ചുറ്റും പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു അലൂമിനിയം ഒരു കവറിംഗ് ഉണ്ടാവും, അലൂമിനിയം ക്യാപ്പ് ഉണ്ടാവും അല്ലെ, ദാറ്റ് ഈസ് സീൽഡ് വിത്ത് കണ്ടെയ്നർ. നെക്സ്റ്റ് ഈസ് സ്റ്റെറിലൈസേഷൻ. സോ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ പേരന്റൽ പ്രിപ്പറേഷൻ ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി സ്റ്റെറിലൈസ്ഡ് ആഫ്റ്റർ സീലിംഗ് ഇൻ ഇറ്റ്സ് ഫൈനൽ കണ്ടെയ്നർ. അപ്പം ഫൈനൽ കണ്ടെയ്നറിൽ സീൽ ചെയ്യുന്നതിന് മുമ്പ് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, sterilize ചെയ്യണം. Okay, so the sterilization is done by any one of the following method. ഞാൻ ഈ പറയാൻ പോകുന്ന ഏത് മെത്തേഡ് വേണമെങ്കിലും പേരന്റൽ പ്രിപ്പറേഷൻ വേണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്ന് തെർമോസ്റ്റേബിൾ ആണെങ്കിൽ അതിൽ നമുക്ക് ഓട്ടോക്ലേവ് ചെയ്യാം. ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ എത്രയാ, 115 to 116 degrees Celsius for 30 minutes അല്ലെങ്കിൽ 121 degrees Celsius for 20 minutes അല്ലെങ്കിൽ hot air oven 160 degrees Celsius for 2 hours. ഇതെല്ലാം തെർമോസ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ തെർമോ ലാബൈൽ ആണെങ്കിലോ ഒന്നെങ്കിൽ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് വഴി തന്നെ ഫിൽറ്റർ ചെയ്യുക. തെർമോസ്റ്റേബിൾ ആണെങ്കിൽ അതിനെ ഓട്ടോക്ലേവോ അല്ലെങ്കിൽ ഹോട്ട് എയർ ഓവനിലോ തെക്കുക. ഓക്കെ, ഇനി പേരന്റൽ പ്രിപ്പറേഷൻസ് ഫിൽട്രേഷൻ വഴി ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജന്റ് നമ്മൾ കരുതണം, അല്ലെങ്കിലോ മൈക്രോ ഓർഗാനിസം അവിടെ വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പം ഇൻട്രാവീനസോ ഇൻട്രാതീക്കലോ ആയിട്ടുള്ള ഇൻജെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അത് മോർ ദാൻ 50 ml ഉണ്ടാകും. ഓക്കെ, അപ്പം 15 ml ഉണ്ടാകുള്ളൂ. ഇൻട്രാതീക്കൽ ആയിട്ടൊക്കെ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, we cannot use bacteriostatic agents. So the sterilized product can be filled into the final container എന്നിട്ട് അതിനെ സീൽ ചെയ്യുക. The process of filtration, ഫില്ലിംഗ് ആൻഡ് സീലിംഗ് എന്നൊക്കെ പറയുന്നത് എല്ലാം നമ്മൾ അസെപ്റ്റിക് കണ്ടീഷനിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇവാലുവേഷൻ ഓഫ് പേരന്റൽ പ്രിപ്പറേഷൻ. സോ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് നമുക്ക് 4 രീതിയിൽ ഇവാലുവേഷൻ നടത്താം. ഒന്ന് സ്റ്റെറിലിറ്റി ടെസ്റ്റ്, 2 ക്ലാരിറ്റി ടെസ്റ്റ്, 3 ലീക്കേജ്, 4 പൈറജൻ, 5 അസേ. എല്ലാത്തിന്റെയും വേർഡിൽ നിന്ന് തന്നെ കിട്ടും. ഏറ്റവും ആദ്യം സ്റ്റെറിലിറ്റി. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനം സ്റ്റെറൈൽ ആണോ എന്നറിയാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ ഇതിനെന്താ ചെയ്യുന്നത്, വയബിൾ ഫോംസ് ഓഫ് ബാക്ടീരിയ, ഫംഗൈ, ഈസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റെറിലിറ്റി ടെസ്റ്റ് നടത്താൻ വേണ്ടി ഒരു സ്യൂട്ടബിൾ അസെപ്റ്റിക് കണ്ടീഷൻ
ഉണ്ടാക്കി വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സ്യൂട്ടബിൾ അസെപ്റ്റിക് കണ്ടീഷൻസ് ഉണ്ടാക്കുന്നു. അപ്പം ആക്സിഡന്റലായിട്ട് പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കണ്ടാമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പം നമുക്ക് നോക്കേണ്ടത് നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്രിപ്പറേഷൻ സ്റ്റെറൈൽ ആണോ. അപ്പൊ നമ്മൾ എടുക്കുന്ന വഴിയൊക്കെ തോന്നുന്ന വഴി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് അതിന് എന്ത് സംഭവിക്കാം, കണ്ടാമിനേഷൻ സംഭവിക്കും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അണ്ടർ അസെപ്റ്റിക് കണ്ടീഷൻസ് ഹാൻഡിൽ ചെയ്യുക. എന്നിട്ട് all the glass vials required for the test should be sterile. Okay. ഒരു മിനിറ്റ്. So next is സ്റ്റെറിലിറ്റി ടെസ്റ്റ്. നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ എടുക്കുന്ന വഴിയെല്ലാം വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ സ്റ്റെറിലിറ്റി ടെസ്റ്റ് നോക്കാനായിട്ട്. സോ ഓൾ ഗ്ലാസ് വയേഴ്സ് റിക്വയർഡ് ഫോർ ദി ടെസ്റ്റ് മസ്റ്റ് ബി സ്റ്റെറൈൽ. കൾച്ചർ മീഡിയ റിക്വയർഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് എനൈറോബിക് അല്ലെങ്കിൽ ഫംഗൈ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക അക്കോർഡിംഗ് ടു വാട്ട്, ഫാർമക്കോപ്പിയ. ഫാർമക്കോപ്പിയക്കകത്ത് ഇതും പറയുന്നുണ്ട്, ഡ്രഗിന്റെ ഡോസും ക്വാണ്ടിറ്റിയും മാത്രമല്ല സ്റ്റെറിലിറ്റി ടെസ്റ്റിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യും, മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് ചെയ്യും. രണ്ടാമത് ഡയറക്റ്റ് ഇനാക്കുലേഷൻ മെത്തേഡും ചെയ്യും. സോ ടെസ്റ്റ് സാമ്പിൾസ് ഓഫ് പാരന്റൽ പ്രിപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. സോ ദ ടെസ്റ്റ് സാമ്പിൾ of parental preparations are transferred into test tube containing sterile culture media. അപ്പം കൾച്ചർ മീഡിയക്കകത്ത് ഒരു തരത്തിലുള്ള ബാക്ടീരിയ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ കൾച്ചർ മീഡിയ ഉള്ളിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പാരന്റൽ പ്രിപ്പറേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ എയ്റോബിക്കും എനൈറോബിക്കും ആയിട്ടുള്ള ബാക്ടീരിയയും ഫംഗൈയുടെയും പ്രസൻസ് ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യും, ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയം ആ കൾച്ചർ മീഡിയയിൽ ടർബിഡിറ്റി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെയാണ്. ടർബിഡിറ്റി ഉണ്ട് എങ്കിൽ നമ്മുടെ സാമ്പിള് സ്റ്റെറൈൽ അല്ല. ഓക്കെ, സോ ഇൻ കേസ് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു മിസ്മാച്ച് തോന്നിയാൽ അത് വി ഹാവ് ടു റിപ്പീറ്റ് ദ ടെസ്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡയറക്റ്റ് ഇനാക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഇനാക്കുലേഷൻ ലൂപ്പിൽ ഈ സാമ്പിളിനെ എടുത്തിട്ട് ഈ കൾച്ചർ മീഡിയയിലേക്ക് വെക്കുക. ഇൻ കേസ് സാമ്പിളിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഗ്രോത്തോ ഫംഗൽ ഗ്രോത്തോ ഉണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് വളർന്നോളും. ഓക്കെ, അപ്പൊ നമുക്ക് ടർബിഡിറ്റി കാണാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ക്ലാരിറ്റി ടെസ്റ്റ്. ആ പേരന്റൽ പ്രൊഡക്റ്റിനകത്ത് ഒരു തരത്തിലുള്ള ഫോറിൻ പാർട്ടിക്കിൾ ഇല്ല എന്ന് ഉറപ്പിക്കാനാണ് ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് തന്നെ മനസ്സിലായല്ലോ എന്താണ് ക്ലാരിറ്റി ടെസ്റ്റ്. ക്ലാരിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, to find out whether the parental preparation should not contain any foreign particles. So each parental preparation in its final container is subjected individually to a visual inspection. Okay, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സാമ്പിളിനെ എടുക്കും, നല്ല വെളിച്ചത്തിൽ പിടിച്ചു നോക്കും. ആ പിടിച്ചു നോക്കുന്ന സമയം നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് foreign particles ഒന്നും present അല്ല എങ്കിൽ so. Okay, so clarity test is performed to ensure that the parental product is free from foreign particles and each parental preparation in its final container is subjected individually to visual inspection. അതാണ് പറയുന്നത് visual inspection, കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കുന്നു. The unlabeled containers are held by the neck against strongly illuminated black അല്ലെങ്കിൽ വൈറ്റ് സ്ക്രീൻ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്രിപ്പറേഷന്റെ കളർ അനുസരിച്ച് സ്ക്രീനിന്റെ കളർ മാറ്റുക. അപ്പൊ നമ്മൾ ലേബലിംഗ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആ കണ്ടെയ്നർ അതുപടിയെ അതിന്റെ നെക്കില് പിടിച്ചുകൊണ്ട് അതിൽ നല്ലൊരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നോക്കുക. വൈറ്റ് സ്ക്രീൻ ആണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഡാർക്ക് കളറുടെ പാർട്ടിക്കിൾസും
ബ്ലാക്ക് സ്ക്രീൻ ആണ് വെക്കുന്നതെങ്കിൽ ലൈറ്റ് കളർ പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദ കണ്ടെയ്നേഴ്സ് ആർ സ്ലോലി ഇൻവേർഡ് ആൻഡ് റൊട്ടേറ്റ്. അതൊന്നും തലതിരിക്കുക, ഈ സാധനം തലതിരിച്ചും കൂടെ പിടിച്ചു നോക്കുക. ആൻഡ് ദ സൊല്യൂഷൻ ഈസ് എക്സാമിൻഡ് ഫോർ ദ പ്രസൻസ് ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ്. ഏതെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ വിസിബിൾ ആകുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കണ്ടെയ്നറിനെ അങ്ങ് റിജക്ട് ചെയ്യും. സോ ഇപ്പം കൗൾട്ടർ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് കൂടെ മനസ്സിലാക്കി വെച്ചോ. ഫിസിക്കൽ വിഷ്വൽ എക്സാമിനേഷനെക്കാളും ഇപ്പം ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ എണ്ണം എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അവര് ഇൻഡസ്ട്രിയൽ ബേസിസ് അവർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കൗൾട്ടർ കൗണ്ടർ. ഓക്കെ, COUL കൗൾട്ടർ കൗണ്ടർ എന്ന് പറയുന്നത്. കൗൾട്ടർ കൗണ്ടർ. നെക്സ്റ്റ് ഈസ് ലീക്കേജ് ടെസ്റ്റ്. ലീക്കേജ് ടെസ്റ്റ് എന്തിനാ? ആ ആംബ്യൂസ് സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കൂടെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നറിയാനാണ് ലീക്കേജ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഒരു വാക്വം ചേംബർ എടുക്കും. എന്നിട്ട് ഈ ആംബ്യൂസിനെ 1% മെത്തിലീൻ ബ്ലൂ. ഇത് ആലോചിച്ചോണേ, ലീക്കേജ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ചിലപ്പോ ചോദിക്കാം. ഇറ്റ് ഈസ് മെത്തിലീൻ ബ്ലൂ ആണ്, നീല കളറാണ്. അപ്പൊ മനസ്സിൽ കാണുക, ഒരു പാത്രത്തില് ഉജാല കലക്കി വെച്ച പോലെയുള്ള വെള്ളം, മെത്തിലീൻ ബ്ലൂ 1% സൊല്യൂഷൻ നമ്മൾ ഇട്ട് വെക്കുന്നു. ആൻഡ് വാക്വം അപ്ലൈ ചെയ്യുന്നു. വാക്വം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ദ കളേർഡ് സൊല്യൂഷൻ എന്തെങ്കിലും സീലിംഗ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അകത്ത് കയറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആംബ്യൂസ് ചേർത്ത് നോക്കുമ്പോൾ ഏതിനെങ്കിലും ഒരു കളർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ലീക്കേജ്. അപ്പൊ അങ്ങനെ അത് റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വയൽസ് ആൻഡ് ബോട്ടിൽസ് ആർ നോട്ട് സബ്ജക്ട് ടു ദ ടെസ്റ്റ് ബിക്കോസ് അതിന്റെ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ റബ്ബർ. അപ്പൊ വയൽസും ബോട്ടിൽസും ഒന്നും, ട്രാൻസ്മിഷൻ ബോട്ടിൽസും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലീക്കേജ് ടെസ്റ്റിലേക്ക് നമുക്ക് എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് ഈസ് പൈറജൻ ടെസ്റ്റ്. പൈറജൻ ഉണ്ടോ, പൈറജൻ ഇല്ലയോ എന്നറിയാനായിട്ട് പൈറജൻ ടെസ്റ്റ്. സോ ഈ ടെസ്റ്റ് എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? നമ്മുടെ റാബിറ്റ്സിന്റെ ബോഡിയിലേക്ക് ഈ പർട്ടിക്കുലർ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ബോഡി ടെമ്പറേച്ചറിന്റെ ഹൈക്ക് ഉണ്ടോ എന്നായിരിക്കും നോക്കുക. സോ IVIT ഇഞ്ചക്ഷൻ പേരന്റൽ പ്രിപ്പറേഷൻ നമ്മുടെ റാബിറ്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബോഡി ടെമ്പറേച്ചറിൽ ഇൻക്രീസ് വരികയാണ് എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? പൈറജൻ ടെസ്റ്റ് എന്താ പറയാ, അതായത് അതിന്റെ അകത്ത് പൈറജൻസ് ഉണ്ട് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അസേ. അസേ പ്രധാനമായിട്ടും ആ ഫാർമക്കോപ്പിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആയിരിക്കും ഓരോ ഡ്രഗിന്റെയും ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനാണ് അസേ ചെയ്യുന്നത്. ഇനി ലേബലിംഗ് ആൻഡ് പാക്കേജിംഗ്, നമ്മൾ പേരന്റൽ പ്രിപ്പറേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിന്റെ ആംബ്യൂൾസ്, വയൽസ്, ട്രാൻസ്മിഷൻ ബോട്ടിൽസ് ഒക്കെ ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ലേബൽ ചെയ്യുക, പേര് കൊടുക്കുക. അതിന്റെ പേര്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എന്നുണ്ടാക്കി, ബാച്ച് നമ്പർ എത്രയാണ്, ആരാണ് മാനുഫാക്ചറർ, എന്നാണ് അയാൾ മാനുഫാക്ചർ ചെയ്ത്, എന്ന് വരെ ഉപയോഗിക്കാം, എവിടെ സ്റ്റോർ ചെയ്യണം, ആൻഡ് എത്രയാണ് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന പ്രൈസ്. ഇത്രയും കാര്യങ്ങൾ അതില് ലേബലിംഗിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. ദെൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റി. ഓക്കെ, പ്രൊഡക്ഷൻ ഫെസിലിറ്റി എന്താ? The manufacture of parental preparation require special preparations and facilities in order to maintain sterility and freedom from particulate matter. So, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന parental preparations special preparations facilities വേണം to maintain the sterility and freedom from particulate matter. Okay, so നമ്മുടെ clean area, preparation area, aseptic area, quarantine area, finishing and packuping area. അങ്ങനെ 5 ആയിട്ട് നമ്മുടെ ആ ഒരു ഏരിയയാണ് നമ്മൾ തരംതിരിക്കണം. ഓക്കെ, ഇതുമൊക്കെ ചിലപ്പോൾ ചോദിക്കാതെ, അതാണ് എടുത്തെടുത്ത് പറയണേ. സോ ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ is ക്ലീനപ്പ് ഏരിയ. അപ്പൊ ക്ലീനപ്പ് ഏരിയ എന്ന് പറയുന്നത് എന്താ? ഇതൊരു അസെപ്റ്റിക് ഏരിയ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള പേരന്റൽ പ്രോഡക്റ്റുകളെല്ലാം ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രീ ആയിരിക്കണം, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവാൻ പാടില്ല. അവിടുത്തെ ഏരിയ, അറ്റ്മോസ്ഫിയർ, അതെല്ലാം തന്നെയും
ഒരു പേരൻട്രൽ മാനുഫാക്ചറിങ് നടത്താൻ തക്ക വിധത്തിൽ പാകത്തിലുള്ളതായിരിക്കണം. അതായത് പൊടി ഉണ്ടാവാൻ പാടില്ല, ഫൈബർ ഉണ്ടാവാൻ പാടില്ല, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഈ ക്ലീനപ്പ് ഏരിയ എന്ന് പറയുന്നത് മോയ്സ്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും സ്റ്റീമിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും ഡിറ്റർജന്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും ഉള്ള കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. Ceiling and walls has to be coated with material which should prevent accumulation of dust and microorganisms. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സീലിംഗ് എല്ലാം ആന്റി ഡസ്റ്റ് ആയിട്ടുള്ള സാധനം വെച്ച് വേണം ഉണ്ടാക്കാൻ. അതേപോലെ മൈക്രോ ഓർഗാനിസംസും ഉണ്ടാകാൻ പാടില്ല. സോ സീലിംഗ് കോട്ട് ചെയ്യേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ആന്റി ഡസ്റ്റ്. ഓക്കെ, അപ്പം ഡസ്റ്റ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് കോട്ടിംഗ് മെറ്റീരിയൽ ആയിരിക്കണം അതിൽ നമ്മൾ അടിക്കേണ്ടത്. അതേപോലെ എക്സോസ്റ്റ് ഫാൻസ് വേണം. അത് ആ ഒരു റൂമിൽ നിന്ന് ഹീറ്റിനെയും ഹ്യൂമിഡിറ്റിനെയും എല്ലാം പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ആൻഡ് ദിസ് ഏരിയ ഷുഡ് ബി കെപ്റ്റ് ക്ലീൻ സോ ദാറ്റ് കണ്ടാമിനൻസ് മേ നോട്ട് ബി ക്യാരിഡ് ഇൻടു അസെപ്റ്റിക് ഏരിയ. അസെപ്റ്റിക് ഏരിയയിലേക്ക് ഒരു തരത്തിലുള്ള എന്താ പറയാ കണ്ടാമിനൻസും എത്തുകയില്ല. ഓക്കെ, കണ്ടെയ്നേഴ്സും ക്ലോഷേഴ്സും നമ്മൾ എങ്ങനെ കഴുകുമെന്നാ പറഞ്ഞത്? ആദ്യം ഡിറ്റർജന്റ്, പിന്നെ വാട്ടർ, പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ, വാട്ടർ ഫോർ ഇൻഫെക്ഷൻ. ഇങ്ങനെ തന്നെ കണ്ടെയ്നേഴ്സും ക്ലോഷേഴ്സും ഒക്കെ ക്ലീൻ ചെയ്യുക, ഡ്രൈ ചെയ്യുക. ഇനി അടുത്ത ഏരിയ ആണ് പ്രിപ്പറേഷൻ ഏരിയ. പ്രിപ്പറേഷൻ ഏരിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻഗ്രീഡിയൻസ്, ഈ പേരന്റൽ പ്രോഡക്ട്സിനെ മിക്സ് ചെയ്യേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളെയും പ്രിപ്പറേഷൻ ഏരിയയുടെ അടുത്തുകൊണ്ട് വെക്കുക. നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോ എങ്ങനെയാ? ആദ്യം നമ്മൾ അടുക്കള ക്ലീൻ ആണോ എന്ന് നോക്കും. ക്ലീൻ ആയ അടുക്കളയിൽ ആദ്യം നമുക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അടുപ്പിക്കും, അല്ലെ? അത് തന്നെയാണ് പ്രിപ്പറേഷൻ ഏരിയയും ചെയ്യുന്നത്. ഓരോ ഇത് അത്ര എസെൻഷ്യൽ ആയിട്ടൊരു പാർട്ടല്ല, പക്ഷെ ഏരിയ അസെപ്റ്റിക് ആയിരിക്കാനും സ്ട്രിക്റ്റ് പ്രിക്കോഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാനും കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ട് ഇത് ഈ ഒരു പ്രോസസ് നന്നായിരിക്കും. അപ്പൊ നമുക്കിപ്പം ഏറ്റവും ഈസി അടുക്കളയാത്രയാണ് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓരോ സാധനം ഓരോ എടുത്തു പോയി എടുത്തുകൊണ്ട് വന്ന് പതിയെ അരിഞ്ഞൊക്കെ ഉണ്ടാക്കാം. പക്ഷെ മെത്തേഡ് ഈസി ആക്കാനും സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യും? ഇവനെ എല്ലാം അടുപ്പിച്ചു കൊണ്ടുവന്ന് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി ആ പ്രിപ്പറേഷനുള്ള ക്യാബിനറ്റ്, അതേപോലെ കൗണ്ടർ, ഇതെല്ലാം എന്തായിരിക്കണം? ഇറ്റ് ഹാസ് ടു ബി മെയ്ഡ് ഫ്രീ ഫ്രം സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് ടു ബി filled in such a way that no space is left for the dirt to accumulate. അപ്പൊ നമ്മള് ഈ കൗണ്ടറും ക്യാബിനറ്റും ഒക്കെ ഉണ്ടാക്കുന്ന സമയം അവിടെ ബ്ലാങ്ക് ആയിട്ട് ഡേർട്ടിന് വന്ന് അക്യൂമുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം അവിടെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പാടില്ല. ഇനി സീലിംഗും വാളും ഫാനും എല്ലാം പ്രോപ്പർലി സീൽ ചെയ്യണം. ആൻഡ് സ്യൂട്ടബിളി ഇറ്റ് ഹാസ് ടു ബി പെയിന്റഡ് thoroughly. ഓക്കെ, അവര് നല്ല വൃത്തിയായിട്ട് പെയിന്റ് അടിച്ചാൽ തന്നെ എന്താ? ഇറ്റ് വിൽ ബിക്കം ക്ലീൻ. ഓക്കെ, സോ ഇതാണ് പ്രിപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അസെപ്റ്റിക് ഏരിയ. അസെപ്റ്റിക് ഏരിയ എന്താണ്? നമ്മൾ ഇനി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ എല്ലാ സാധനങ്ങളെ അടുപ്പിച്ച് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാം. അപ്പൊ ഈ പേരന്റൽ ഫോർമുലേഷൻസിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അസെപ്റ്റിക് ഏരിയയിലേക്ക് കൊണ്ടുവന്നു. അവിടെ അതിനെ ഫിൽറ്റർ ചെയ്തു, ഫൈനൽ കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുന്നു, സബ്സിക്വന്റ്ലി അതിനെ സീൽ ചെയ്യുന്നു. സോ ഏതെങ്കിലും ഒരാൾ അസെപ്റ്റിക് ഏരിയയിൽ വരാൻ പാടില്ല. ഈ ഹാസ് ടു ബി ത്രൂ ആൻ എയർ ലോക്ക്. സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു അസെപ്റ്റിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും എയർ ലോക്കിലൂടെ ആയിരിക്കും അയാളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പർട്ടിക്കുലർ അസെപ്റ്റിക് ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ ട്രെയിൻഡ് പേഴ്സൺസ് മാത്രമേ കയറുകയുള്ളൂ, who are selected for the work. അപ്പൊ അവര് ഓർഡേർഡ് ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ഓക്കെ, സോ സ്റ്റെറൈൽ ക്ലോത്ത്സ് എല്ലാം ഇട്ട് അവരെന്ത് ചെയ്യണം? ഫിസിക്കൽ എക്സാമിനേഷനും റെഗുലർ ഇന്റർവെൽസിലും ഒക്കെ എന്ത് ചെയ്യണം? അവർ ആ ഒരു പർട്ടിക്കുലർ ഇതെല്ലാം നോക്കി കാണണം. പക്ഷെ ഫിസിക്കലി അവിടെ വന്ന് അവിടെ ഇൻഫെക്ഷ്യസ് ഡിസീസസോ അല്ലെങ്കിൽ കണ്ടാമിനേഷനോ ഉണ്ടാക്കാൻ പാടില്ല. മിനിമം മൂവ്മെന്റ് ഇൻ ടു ദ അസെപ്റ്റിക് ഏരിയ. പിന്നെ സീലിംഗ് ഫാനിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അവരെല്ലാം പ്രോപ്പർ ആയിട്ട് സീൽ ചെയ്യാം, പെയിന്റ് ചെയ്യാം. ആൻഡ് ദേ ഹാവ് ടു ബി വാഷ്ഡ്, treated with aseptic solution, sprayed before use. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കണം. അവരില് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യാബിനറ്റും നമ്മൾ
പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ആ സ്റ്റേജ് ക്യാനിൽ എവിടെയും എന്തുണ്ടാവാൻ പാടില്ല, ഡേർട്ട് ഒന്നും മറന്ന് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടെ യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് ആണ്. ഓക്കെ, സോ എയർ അസെപ്റ്റിക് കാര്യങ്ങൾ, ഫൈബർ ഉണ്ടാവാൻ പാടില്ല, ഡസ്റ്റ് ഉണ്ടാവാൻ പാടില്ല, മൈക്രോ ഓർഗാനിസം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹെപ്പ ഫിൽറ്റേഴ്സ് ആണ്. ഹെപ്പയുടെ ഫുൾ ഫോം എന്താ? ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് ഫിൽറ്റേഴ്സ്, എയർ ഫിൽറ്റേഴ്സ്. ഇത് എന്ത് ചെയ്യും? 0.3 മൈക്രോഗ്രാം വരെയുള്ള പാർട്ടിക്കിൾസിനെ എല്ലാം റിമൂവ് ചെയ്യും. അപ്പൊ ഹെപ്പ ഫിൽറ്റർ ഈ ലാമിനാർ എയർ ഫ്ലോ സിസ്റ്റത്തിലായിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഡസ്റ്റും മൈക്രോ ഓർഗാനിസവും ഒന്നും ഇല്ലാത്ത എയറിനെ ആയിരിക്കും അകത്തേക്ക് വിടുന്നത്. അത് യൂണിഫോം എയറിനെ ആയിരിക്കും അകത്തേക്ക് വിടുന്നത്. ആൻഡ് എയർ ഈസ് സപ്ലൈഡ് അണ്ടർ പോസിറ്റീവ് പ്രഷർ which will prevent particulate contamination from sweeping from adjoining areas. അപ്പം എയർ നമ്മൾ എന്ത് ചെയ്യും? എയർ ഈസ് സപ്ലൈഡ് അണ്ടർ പോസിറ്റീവ് പ്രഷർ which prevent particulate contamination from sweeping from adjoining areas. അപ്പം എയറിനെ പോലും നമ്മൾ പോസിറ്റീവ് പ്രഷറിന്റെ കൂടെ ആയിരിക്കും അകത്തേക്ക് വിടുന്നത്, അല്ലെങ്കിൽ സൈഡിലുള്ള എല്ലാ കണ്ടാമിനൻസിനെയും അത് അങ്ങോട്ടേക്ക് വലിച്ചെടുക്കും. ഓക്കെ, ദെൻ അൾട്രാ വയലറ്റ് ലാമ്പുകൾ നമ്മൾ അവിടെ ഹെപ്പ ഫിൽറ്ററിന്റെ അടുത്ത് തന്നെ വെക്കും ടു മെയിൻറ്റെയിൻ സ്റ്റെറിലിറ്റി. പിന്നെ ക്വാറന്റൈൻ ഏരിയ അറിയാലോ, ഫില്ലിംഗ് വല്ലതും ചോദിച്ചോടാ? ഇല്ലല്ലോ. ആഫ്റ്റർ ഫില്ലിംഗ്, സീലിംഗ്, സ്റ്റെറിലൈസേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഏരിയയിലേക്ക് ക്വാറന്റൈൻ ചെയ്യണം. ഒരാളെ അങ്ങോട്ട് പോകാനോ തൊടാനോ ഒന്നും അനുവദിക്കാൻ പാടില്ല. അവിടുന്ന് റാൻഡം ആയിട്ട് സാമ്പിൾസ് എടുത്ത് വേണമെങ്കിൽ അനലിറ്റിക്കൽ പർപ്പസിന് ഇവാലുവേഷനെ കൊണ്ടുപോകാം. അല്ലാതെ അവിടെ വന്നൊരു കൊളാപ്സിബിൾ ആയിട്ട് നടക്കാൻ പാടില്ല. Those parental product which passes all the quality control tests are transferred into ഫിനിഷിംഗ് അല്ലെങ്കിൽ പാക്കേജിംഗ് ഏരിയ. ഓക്കെ, ഇനി പാക്കേജിംഗ് ഏരിയയിൽ എന്താണ് സംഭവിക്കുന്നത്? അവനെ പ്രോപ്പർ ആയിട്ട് ലേബൽ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. ഈ പ്രോപ്പർ പാക്കേജിംഗ് ഉള്ളവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇത് ഫിസിക്കൽ ഡാമേജിന് ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ് ഈ പറയുന്ന പാക്കിംഗ് എന്ന് പറയുന്നത്. ഹാൻഡിൽ ചെയ്യുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും ഒക്കെ അതിനൊരു പ്രൊട്ടക്ഷനും കൂടെ എന്ത് ചെയ്യും? ഈ പാക്കേജ് കൊടുക്കും. ആൻഡ് ലേബിൾഡ് കണ്ടെയ്നേഴ്സ് ഹാസ് ടു ബി പാക്ഡ് ഇൻ cardboard boxes, plastic containers, ampules, and has to be packed in partitioned boxes. Okay, ini IV fluid nadu different types ഉണ്ട്. dextrose, sodium chloride, sodium lactate, mannitol, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ അത്രത്തോളം ഫോക്കസ് ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ സിലബസ് അത്ര പ്രധാനമാണെന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നതും ഇല്ല കേട്ടോ. സോ നമുക്കൊന്ന് സിലബസ് ഒന്ന് vehicles, adjuvant processing, personnel, facilities and quality control, preparation of intravenous fluids and admixtures, TP and dialysis fluid. ഇത്രയാണ് പറയുന്നത്. സോ പ്രിപ്പറേഷൻ പറയുന്നുണ്ട്, പ്രിപ്പറേഷൻ കൂടെ നമുക്ക് നോക്കണം. പ്രിപ്പറേഷൻ, TP and ഡയാലിസിസ് ഫ്ലൂയിഡും കൂടെ നമുക്ക് നോക്കാതെ പറ്റില്ല. സോ പ്രിപ്പറേഷൻ എന്താ പറയുന്നത്? ഇൻട്രാവീനസ് ഫ്ലൂയിഡിന്റെ അകത്ത് ഓരോ സാധനത്തിന്റെയും അളവ് എത്രത്തോളം വേണം എന്നുള്ളതാ പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം എന്താ പറയാ, മറ്റേ IV ഫ്ലൂയിഡ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഒരു 1000 ml വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ എക്സാമ്പിൾസ് പഠിച്ചാൽ മതി. ഡെക്സ്ട്രോസ് ഇഞ്ചക്ഷൻ, സോഡിയം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ, സോഡിയം ലാക്ടേറ്റ്, മാനിറ്റോള്, റിംഗർ ലാക്ടേറ്റ്, റിംഗർ ഇഞ്ചക്ഷൻസ്. അപ്പം ഈ പർട്ടിക്കുലർ ഇൻട്രാവീനസ് ഫ്ലൂയിഡുകൾ ഉണ്ടല്ലോ, ഇവര് ഓരോ കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുക, അപ്പം ആഫ്റ്റർ സർജറി ആ ട്രീറ്റ്മെന്റിന്റെ മെയിൻ്റനൻസ് തെറാപ്പി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് കൊടുക്കുന്നത്. സർജറി കഴിഞ്ഞിട്ട് കോൺഷ്യസ് പേഷ്യന്റിനും അൺകോൺഷ്യസ് ആയിട്ടുള്ള അവർക്ക് നമുക്ക് കൊടുക്കാം. അതായത് ഓറലി ന്യൂട്രീഷൻ എടുക്കുന്നവർക്കും അല്ലാത്തവർക്കും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പ്രിപ്പറേഷൻ കൊടുക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഈ റീപ്ലേസ്മെന്റ് തെറാപ്പി, അതായത് ഫ്ലൂയിഡ് ലോസും ഇലക്ട്രോലൈറ്റ് ലോസ്, ഡയറിയ, വോമിറ്റിംഗ്, ബേൺ ഒക്കെ വന്ന ആൾക്കാർക്ക് നമുക്കിത് കൊടുക്കാം. Then it can also be used as providing basic nutrition, then providing total parenteral nutrition, and also as a vehicle for drug substance. Okay.